എന്നെ കാണുന്നില്ലേ? പിന്നെ സൂറത്തു നൂറിൻ്റെ 4-ാമത്തെ പേജല്ലേ ഓതേണ്ടത്? സൂറത്തു നൂറിൽ 22-ാമത്തെ ആയത്ത് വരെ ഓതിയതാണ്. അതെ അതെ, 22-ൽ 26 അല്ലേ, 27. അപ്പോൾ 22 ഓതിയിട്ടുള്ളൂ. ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയിരുന്നു. ആയിഷ ബീവിൻ്റെ അല്ലേ? ഓക്കെ, അപ്പോൾ 23 ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത് ഓതിക്കോളി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ഗൾഫിലേക്ക് പോയോ? ഇല്ല, ഞാൻ ഈ മാസം ലാസ്റ്റ് കൊണ്ടുപോകും. ഓക്കെ. അടുത്ത ആഴ്ച പോകും അല്ലേ? മാഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ. الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب أليم. أليم അല്ല, ولهم عذاب عظيم. ولهم عذاب عظيم. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون. Yes. يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. ഒന്നും കൂടെ സ്ക്രീൻ നോക്കിയിട്ട് ഒന്നുള്ളതാ? എല്ലാം ഖുർആൻ കയ്യിലുണ്ടാ? സ്ക്രീനാ നോക്കുന്നത്. ഓക്കെ, ഒന്നും കൂടെ. يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. Yes. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. الخبيثات ഈ ആയത്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ? الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات. യോജിച്ച അനുയോജ്യരായ ഇണകളെ കുറിച്ചാണ് പറയുന്നത്. അർഹരായ അനുയോജ്യരായ ഇണകൾ എന്താണ്? പിന്നെ ലൈംഗിക ശുദ്ധിയില്ലാത്ത പതിവ്രതകളല്ലാത്ത പെണ്ണുങ്ങൾ എന്താണ്? അതേ രൂപത്തിലുള്ള പുരുഷന്മാർക്കും അതേമാതിരി ചരിത്രശുദ്ധിയില്ലാത്ത പുരുഷന്മാർ ആ രൂപത്തിലുള്ള സ്ത്രീകൾക്കും മാത്രമാണ് ഉണ്ടാവുക. പിന്നെ ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ പതിവ്രതകളായ ചരിത്രശുദ്ധിയുള്ള പെണ്ണുങ്ങൾ ആ രൂപത്തിൽ സാലിഹ്യങ്ങളായ ആണുങ്ങൾക്കും പിന്നെയോ ആ രൂപത്തിലെല്ലാം ശ്രദ്ധിക്കുന്ന ആണുങ്ങൾ ശ്രദ്ധിക്കുന്ന പെണ്ണുങ്ങൾക്കുമാണ്. അപ്പോൾ അള്ളാഹു എന്ത് നൽകുകയില്ല? ഒരു ത്വയ്യിബത്തിനിക്ക് ഖബീസിനെയോ ഒരു ഖബീസത്തിനിക്ക് ത്വയ്യിബിനെയോ അള്ളാഹു നൽകുകയില്ല. എന്നാണ് അള്ളാഹുവിൻ്റെ നീതി. പൊട്ടിത്തെറിച്ച പെണ്ണിന് പൊട്ടിത്തെറിച്ച ചെക്കനെ കിട്ടും. ലൈംഗികമായി യാതൊരു ശ്രദ്ധയുമില്ലാതെ കുത്തഴിഞ്ഞ ജീവിതത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പൊട്ടിത്തെറിച്ച രൂപത്തിലുള്ള ജീവിതമാണെങ്കിൽ പൊട്ടിത്തെറിച്ച ചെക്കനെ കിട്ടും. പൊട്ടിത്തെറിച്ച ചെക്കനെ പൊട്ടിത്തെറിച്ച പെണ്ണിനെ കിട്ടും. നല്ല ജീവിതശുദ്ധിയുള്ള എല്ലാം കാത്ത് സംരക്ഷിക്കുന്ന പതിവ്രതകളായ പെണ്ണുങ്ങൾക്ക് ആ രൂപത്തിലുള്ള നല്ല സൂക്ഷ്മതയുള്ള ആണുങ്ങളെയും കിട്ടും. അപ്പോൾ ഓക്കെ. പിന്നെ
അത് പറയാൻ വന്നു. ഇല്ല ഇല്ല ഇല്ല. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها. على ولي حتى تستأنسوا وتسلموا على أهلها. حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. അതങ്ങനെ തന്നെ. ഇത് മറ്റൊരു മര്യാദയാണ്. മുഅ്മിനീങ്ങൾക്ക് മര്യാദ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് സമ്മതം ചോദിച്ചിട്ട് മാത്രമേ അകത്ത് കയറി ചെല്ലാൻ പാടുള്ളൂ. അവരുടെ അനുവാദത്തോടു കൂടി മാത്രം. ചിലപ്പോൾ അവർ അകത്ത് സ്വകാര്യമായ നിമിഷങ്ങളിലായിരിക്കാം, നമുക്കറിയില്ല. പെട്ടെന്ന് കയറി ചെല്ലരുത്, അത് മര്യാദയല്ല. മറ്റുള്ളവരുടെ വീടുകളിലേക്ക്, സുഹൃത്തിൻ്റെ വീടാവട്ടെ, അത് ആരുടെയും വീടാകട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ വീടോ അയൽവാസിൻ്റെ വീടോ കുടുംബക്കാരൻ്റെ വീടോ നിങ്ങളുടെ വീടല്ലാത്ത, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സമ്മതം ചോദിച്ച് സലാം ചൊല്ലി അവർ ക്ലിയറിലാണ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ, കണ്ടുമുട്ടുന്നതുകൊണ്ട് തടസ്സമില്ലാത്ത രൂപത്തിലാണെങ്കിൽ മാത്രം കയറി ചെല്ലുക, അല്ലെങ്കിൽ തിരിഞ്ഞു പോവുക. അതൊരു മര്യാദയാണ്. ذلكم فإن لم تجدوا فيها أحدا فلا تدخلوها حتى يأذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم. أزكى ذلك أزكى لهم. ذلك أزكى لهم إن الله خبير بما يصنعون. അല്ലാഹു എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മ വന്നിട്ടില്ലല്ലോ, ഒരു കനം വരണം. ഇന്നല്ലാഹ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇന്നല്ലാഹ بما يصنعون. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. ഒന്നും കൂടെ. يغضضن من أبصارهن ويحفظن فروجهن. يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن. ഷദ്ദുള്ള നൂനിൽ നിർത്തുന്ന സമയത്ത് കൊണ്ടുപോയി ഇടരുത്. ولا يبدين زينتهن فروجهن. നേന്ന് ആക്കരുത്, കൽക്കലത്ത് വന്നു പോകും, കനമില്ലാത്ത അക്ഷരം. തരിമൂക്കൊണ്ട് മണിക്കുമ്പോ പിന്നെ തരിമൂക്ക് ഉപയോഗിക്കാൻ മണിക്കാൻ പറ്റൂല. നൂന്റെ മഖ്റജ് വഖഫ് എന്ന് പറഞ്ഞാല് കൽക്കലത്ത് ചെയ്യരുത്, നിന്ന് നാക്കരുത് എന്നർത്ഥം. സ്വന്തമായി സുക്കൂൻ ചെയ്യാൻ പറ്റാത്ത അക്ഷരമായതുകൊണ്ട് സീനതഹുൻ ഫുറൂജഹുൻ അവിടെ നിർത്തുക. ولا يبدين زينتهن إلا ما ظهر منها. عليكم السلام. وليضربن بخمرهن على جيوبهن ഒന്നും കൂടെ. ഖുംരിഹിന്ന അല്ല, ഖുംരിഹിന്ന പറഞ്ഞാൽ കള്ളായി പോവും. ഖംറു എന്ന് പറഞ്ഞാൽ ഇത് ഖുമുരിഹിന്ന മീമിനെ ضم. وليضربن بخمرهن على جيوبهن
ولا يبدين زينتهن إلا لبعولتهن. അവിടെ ഇടരുത് കൊണ്ടുപോയിട്ട്. അവിടെ നമ്മൾ പറഞ്ഞില്ലേ ശ്വാസം മുട്ടുന്ന രൂപത്തിലാണെങ്കിൽ മുമ്പേ നിർത്തണം. അവിടെ കൊണ്ടുപോയി ഇല്ലാലി ബുഅലതിഹിൻ എന്നിട്ട് കഴിഞ്ഞാൽ തെറ്റിപ്പോയി. നിർത്തുകയാൽ പെർഫെക്റ്റ് ആയി തന്നെ നിർത്തണം, ഇല്ലെങ്കിൽ മുമ്പേ നിർത്തണം. ശ്വാസം മുട്ടിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇടരുത്. അവിടെ വഖഫ് ചെയ്യുന്നതിന് പ്രശ്നമില്ലാത്ത സ്ഥലമല്ല. എവിടെ എവിടെ വഖഫ് എവിടെ വഖഫ് ചെയ്യുന്നതിന് തടസ്സമില്ല, പക്ഷെ വഖഫ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയി ചെയ്യണം. അതാ പറഞ്ഞത്. നിർത്തുന്ന സമയത്ത് ആ ഉന്നത്ത് ശരിക്കും കൊടുത്തുകൊണ്ടേ നിർത്താൻ പറ്റൂ. അത് നമ്മുടെ ശ്വാസം മുട്ടി അവിടെ ഇല്ലാലി ബുഅലതിഹിൻ എന്ന് നിർത്തി കഴിഞ്ഞാൽ ആ ഉന്നത്ത് ശരിയായിട്ടില്ല, വഖഫും ശരിയായിട്ടില്ല എന്നർത്ഥം. അതാ പറഞ്ഞത്. അപ്പൊ മണിക്കൽ വരുന്നില്ല അന്നേരം എന്ന് പറയുന്നില്ലെങ്കിൽ ആ മണിക്കൽ വരൂല, അപ്പൊ വഖഫ് ശരിയാവൂല എന്ന് പറയുന്നത്. എന്താ നീ ചോദിച്ച മനസ്സിലായിട്ടില്ല. അതന്നെ, അങ്ങനെ നമ്മൾ ശ്വാസം മുട്ടി കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വഖഫ് ശരിയാകില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടുന്നതിന് മുമ്പേ നിർത്തണം എന്നാ പറഞ്ഞത്. അതെ, പക്ഷേ അവിടെ ഒരു വ്യക്തത വന്നു. ഞാൻ ഒന്നും കൂടി വഖഫ് ചെയ്യട്ടെ. ഓക്കെ. വലായുബദീന ولا يبدين زينتهن إلا لبعولتهن. അങ്ങനെയാ നിർത്തേണ്ടത്. ബുഅലത്ത് പറഞ്ഞാൽ മക്കൾ നിർത്തം, കുട്ടികൾ. അതിനാണ് ബുഅലത്ത് എന്ന് പറയുന്നത്. إلا لبعولتهن أو آبائهن أو آباء بعولتهن أو آبائهن ആബാഇഹിന്നല്ല, അബ്നാഇഹിന്ന. أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن. ഐമാനു, ഐമാന അല്ല. ഔ മാ മലക്കത്ത് أيمانهن أو التابعين غير ഒന്നും കൂടെ തആബീന അല്ല, താബിഈന. أو التابعين غير أولي ഗൈരി أو التابعين غير أولي الإربة من ഇർബത്തി പറ്റൂല, കസ്റല്ല, ഒറിജിനൽ കസ്റല്ല, ഇർബത്തി. أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن. ഒന്നും കൂടെ ولا يضربن بأرجلهن ليعلم ما يخفين. യുഖ്ഫീന എന്ന് വേണ്ട, ഖൽഖലത്തില്ലാത്ത അക്ഷരം ഖ. യുഖ്ഫീന മിൻ സീനതഹുൻ മിൻ സീനതിഹിൻ. ലിയുഅലമ ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن. من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. حسبك أحسنت مبروك ما شاء الله. അവിടെ അയ്യുഹ കണ്ടില്ല, അയ്യുഹ. സാധാരണ അയ്യുഹ എങ്ങനെയായിരിക്കും? ശേഷം അലിഫുള്ള, അലിഫ് കൊണ്ട് അവസാനിക്കുന്ന ഹൗൽ ലമീർ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അലിഫില്ലാത്ത ഹൗൽ ലമീർ ഉണ്ടാവും. ഇവിടെ അലിഫില്ലാത്ത ഹൗൽ ലമീർ അല്ലേ ശേഷം? എന്ന് പറഞ്ഞാൽ മുദക്കറിന്റെ ഹൗൽ ലമീറാണ് ഇവിടെ. സാധാരണ മുഅന്നസിന്റെ ഹൗൽ ലമീർ ഉണ്ടാവാറുള്ളത് അയ്യുഹ എന്ന് പറയുന്ന സമയത്ത്. അപ്പം അങ്ങനെ തന്നെ എന്താണോ ഖുർആനിലുള്ള അങ്ങനെ തന്നെ ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്പം എന്താണ് അതിൻ്റെ വ്യത്യാസം? എന്താണ് ഇപ്പോൾ വഖഫ് ചെയ്യുന്ന സമയത്ത് വ്യത്യാസം തിരിയും. നമ്മൾ ഒരാൾ അവിടെ നിർത്തുകയാണെങ്കിൽ
എന്താണ് മുദക്കറിന്റെ ഹൗ ലമീർ ആണെങ്കിൽ നിർത്തുമ്പോൾ എങ്ങനെ നിർത്താൻ പറ്റൂ? അയ്യുഹ്. അയ്യോ അതെ. മുഅന്നസിന്റെ ഹൗ ലമീർ ആകുന്ന സമയത്ത് അയ്യുഹ എന്ന് നിർത്താൻ പറ്റും. പിന്നെ ഈ ആയത്ത് സ്ത്രീകളുടെ പിന്നെ ഔറത്തുമായി ബന്ധപ്പെട്ട, സ്ത്രീകളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട, അന്യപുരുഷരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കാണിക്കേണ്ട മര്യാദ വസ്ത്രധാരണത്തിൽ, അതേമാതിരി ആർക്കൊക്കെയാണ് സ്ത്രീയെ കാണാൻ പറ്റുന്നത്, ഒരു പെണ്ണിനെ ആർക്കൊക്കെ അവളെ കാണാൻ പറ്റും, അവളുടെ സൗന്ദര്യം കാണാൻ പറ്റും, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവളെ കാണാൻ പറ്റും എന്നുള്ളത്, ആർക്കൊക്കെയാണ് അനുവദിക്കപ്പെട്ടത്, ആർക്കൊക്കെ അനുവദിക്കപ്പെടാത്തത്, വിശാലമായ മസാലകളാണ് ഈ ആയത്തിൽ ഫുള്ളായിട്ട്. ഫിഖ്ഹിലെ വലിയൊരു ഭാഗം തന്നെ ഈ ആയത്തിൽ പറയുന്നുണ്ട്. പിന്നെ നൂ അല്ല നീ, നൂ പോലെ കേൾക്കുന്നുണ്ട്. بسم الله الرحمن الرحيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم വലിയ മദ് وإمائكم മണിക്കണം, നൂന് കേൾക്കരുത്, മണിക്കണം. ഒന്നും കൂടെ. നീട്ടാനില്ല, യുഗ്നിഹിമുല്ലാഹു എന്നില്ല, യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. ഒന്നും കൂടെ. വല്ലാഹു കനം വരട്ടെ, വല്ലാഹു എന്ന് പറയുമ്പോൾ ലാമാണ് കേട്ടോ റഫ്ക, ലാമാണ് വരേണ്ടത്. ബോധോ ബോഓ വന്നു പോകരുത്, ലാമിന് കനമുള്ളതാണ്. അപ്പോൾ മഖ്റജ് മാറാനേ പറ്റൂല. നാവിൻ്റെ തല മുൻപല്ലിൻ്റെ ഊനിലേക്ക്, മോണയിലേക്ക് തട്ടണം, ആ നൊണ്ണിലേക്ക് തട്ടണം, അവിടെ തന്നെ, വേറെ എവിടെയും തട്ടരുത്. എന്നിട്ട് ലാ എന്ന് പറയണം. അപ്പം ലാമ് കനം കുറഞ്ഞപ്പോൾ ലാമ് കനം കൂടിക്കഴിഞ്ഞാൽ അതാണ് വല്ലാഹു. ഇന്നല്ലാഹ കാനല്ലാഹു. ഇത് സ്വാദിൻ്റെ മുകളിൽ പുള്ളിയുള്ള ബോധോ തോയിൻ്റെ മുകളിൽ പുള്ളിയുള്ള ലോ ആയി പോയത്. وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله. والذين يبتغون الكتاب مما ملكت أيمانكم. മലക്കത്ത് എന്ന് വേണ്ട, മലക്കത്ത് നിന്ന് കൽക്കലത്ത് വന്നു. മിമ്മ മലക്കത്ത് ഐമാനുക്കും. مما ملكت أيمانكم فقاتبوهم إن علمتم فيهم خيرا. അലിഫ് ഉണ്ടല്ലോ ശേഷം. അതെ. فكاتبوهم إن علمتم فيهم خيرا. കനമുള്ള റായിനിക്ക് ഫത്വ വരുന്ന സമയത്ത് കനം. خيرا. وآتوهم من مال الله الذي آتاكم ولا തുക്രിഹു. അവിടെ അങ്ങനെ വേണ്ട, തുക്രിഹു എന്ന് വേണ്ട, തുക്രിഹു. അവിടെ അങ്ങനെ തന്നെ. കാഫിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ 5 അക്ഷരങ്ങൾ മാത്രമാണ് ഇങ്ങനെ ആക്കേണ്ടത്. ഖുത്ബ് ജദ് എന്ന് പറയുന്ന 5 അക്ഷരങ്ങൾ മാത്രമാണ് സുക്കൂൻ വരുന്ന സമയത്ത് പ്രസ് ചെയ്യേണ്ടത്. ബാക്കി ഒന്നും തൂക്ക് ഒന്നും ആക്കരുത്. തുക്രിഹു
تكرهوا فتياتكم على البغاء إن أردنا تحصنا لتقطعوا عرض الحياة الدنيا. ഒന്നും കൂടെ ഇൻ അറദിന തഹസ്സുനല്ലി ഇത് ബിലാഗുന്ന ഇൻ അറദിന إن أردنا تحصنا لتقطعوا മണിക്കരുത് നൂന് കേൾക്കരുത്. ഷദ്ദുള്ള ലാമ് മാത്രമേ കേൾക്കാൻ പറ്റൂ. إن أردنا تحصنا لتقطعوا عرض الحياة الدنيا. തബ്തഊന്നല്ല തബ്തഗു ഗൈനാണ്. തഹസ്സുനാന്റെ ഹ ആണ്. തബ്തഗുന്റെ ഗൈനാണ്. തബ്തഗു തഹസ്സുനല്ലി തബ്തഗു تحسنا لتبتغوا عرض الحياة الدنيا. Yes. ومن يكرهن فإن ഗുന്ന അല്ലല്ലോ, ഷദ്ദുള്ള ഹ അല്ലേ? അതെ അതെ. ومن يكرهن പറ്റൂല. ومن يكرهن فإن الله. നൂന് കേൾക്കരുത് മണി മാത്രം. ഷദ്ദ് വന്നിട്ടില്ല. ഹായിന് ഷദ്ദ് വന്നിട്ടില്ല. യുക്രിഹുന്ന. ومن يكرهن فإن الله من بعد إكراههن غفور رحيم. അവിടെ യുക്രിഹുന്നന്റെ ഹായിന് ഷദ്ദ് വന്നിട്ടില്ല. ഒന്നും കൂടെ ശരിയാവണം. യുക്രിഹു എന്ന് പറഞ്ഞ യുക്രിഹു എന്നല്ല, യുക്രിഹു. ആയിട്ടില്ല. അത് പ്രാക്ടീസ് ചെയ്താൽ മതി, പിന്നെ ശരിയാക്കിയാൽ മതി. അവിടെ രണ്ട് ഹായിനിക്ക് ഷദ്ദ് ശരിക്കും കേൾക്കണം. യുക്രിഹുന്ന എന്ന് പറഞ്ഞാൽ ഷദ്ദില്ലാത്ത പോലെ, പിന്നെ ഷദ്ദ് കൊടുത്തതിന് അർത്ഥം ഇല്ലാണ്ടാവും. യുക്രിഹുന്ന. പിന്നെ അടുത്തത് അങ്ങനത്തെ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് നോക്കണം. റോഫ്ക ഒരു പെൻസിലുണ്ടോ? നമ്മൾ ഓതുന്ന ഖുറാനിൽ ഒരു പെൻസിൽ ഇപ്പോൾ നല്ലതാണ്. നമുക്ക് അധികം മിസ്റ്റേക്ക് വരുന്ന സ്ഥലങ്ങളൊന്നും എന്ത് ചെയ്യണം? പെൻസിൽ അടിവരയിട്ട് കഴിഞ്ഞ് നമ്മളത് ഓതുന്ന സമയത്ത് റിപ്പീറ്റ് അടിച്ച് ക്ലിയർ ആക്കി റെഡിയാക്കണം. അതില്ല ആ രണ്ട് ഹാവും കൂടെ കൂട്ടിയിട്ട് ഒറ്റ ഹാ ഇത് ഷദ്ദുള്ള ഹാ. പിന്നെ إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. വീണ്ടും മൗഇള തന്നെ കേൾക്കാമെന്ന് നമ്മൾ പറഞ്ഞില്ല. ലാമ് റാ വരുന്ന സമയത്ത് തൻവീന് കേൾക്കരുത്, ഷദ്ദ് കൊടുക്കണം, മണിക്കരുത്. ഒന്നും കൂടെ വലഖദ് അൻസൽനാ. കത് പറ്റൂല. വലഖദ് ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. Yes, very good. പിന്നെ الله نور السماوات والأرض مثل نوره കമിഷ്കവാത്തല്ല. അത് മിഷ്കവാത്തല്ല, കാഫിനെ നീട്ടാനുള്ള അലിഫാണത്. വാവിന്റെ കോലത്തിൽ എഴുതിയ അലിഫാണ്. കമിഷ്കത്ത് ഖാഫല്ല കാഫ്. മസല നൂരിഹി ചെറിയ മദ്ദാണ് കേട്ടോ, ചെറിയ മദ്ദാണ്. സ്വലാത്തിന്റെ അവിടെ ഇങ്ങനെ കാണാൻ പറ്റും. സ്വലാത്ത് എഴുതി എങ്ങനെയാണ്? സ്വാദ് ലാമ് വാവാണ് ലാമിനേഷൻ ഉണ്ടാവില്ല. അലിഫ് വാവിന്റെ മോഡൽ എഴുതിയെന്നേ ഉള്ളൂ.
المصباح في زجاجة അങ്ങനെ പറ്റൂല, അങ്ങനെ പറ്റൂല. കൂട്ടി വന്ന സമയത്ത് എങ്ങനെയാ ഓതേണ്ടത്? സുജാജത്തിൻ സുജാജ എന്നാണ്. അങ്ങനെ അവിടെ തൻവീന് ശേഷം അല്ലല്ല, തൻവീന് ശേഷം സുക്കൂന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല തൻവീൻ്റെ നിയമം എന്താവും എന്നുള്ളത്. തൻവീന് ശേഷം സുക്കൂന് വന്നു കഴിഞ്ഞാൽ എന്താക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് മുമ്പ്. ഇവിടെ നിങ്ങൾ പറഞ്ഞത് ശരിയാവും. എപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാവും. സുജാജത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സുജാജക്ക് ഒന്നുമില്ല, ശേഷം തുടക്കം അലിഫും ഇല്ല, ലാമും ഇല്ല, ഷദ്ദും ഇല്ലെങ്കിൽ റെഡിയാണ്. സുജാജത്തിന് സുജാജ എന്ന് പറയാം. ഇവിടെ അലിഫിലാമുണ്ടല്ലോ, അപ്പം നമുക്ക് അങ്ങനെ ഓതാൻ പറ്റൂല. അപ്പോൾ തൻവീനിന് ശേഷം സുക്കൂന് വന്നു കഴിഞ്ഞാൽ തൻവീനിന് കസ്റുള്ള നൂനാക്കി ഓതണം. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽ മിസ്ബാഹു ഫീ സുജാജത്തിനി സുജാജ, അൽ മിസ്ബാഹു ഫീ സുജാജത്തിനി സുജാജതു എന്നേ ഓതാൻ പറ്റൂ കൂട്ടി ഓതുമ്പോൾ. സുക്കൂൻ അലിഫിന്റെ മേലല്ല, ലാമിനിക്ക് സുക്കൂൻ ഉണ്ട് അവിടെ. ശരിയല്ലേ? ലാമിനിക്ക് സുക്കൂൻ ഉണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ പോകും കൂട്ടി ഓതുന്ന സമയത്ത് എല്ലാം പോകും. എന്നാലും സായിനിക്ക് സുക്കൂൻ ഉണ്ടല്ലോ. സായിനിക്ക് സുക്കൂൻ ഉണ്ടാവും. സായിനിക്ക് എന്താ ഹർക്കത്ത് എന്താ? ലമ്മ്. ഷദ്ദുള്ള സാല്ല അവിടെ ഉള്ളത്. ഷദ്ദുള്ള സാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷദ്ദുള്ള ഏത് അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു സുക്കൂനും ഒരു ഹർക്കത്തും കൂടെ പ്ലസ് ആക്കുമ്പോഴാണ് ഷദ്ദ് വരുന്നത്. അപ്പോൾ ഒരു സുക്കൂൻ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് തൻവീനും സുക്കൂനും കൂടെ ഒന്നിച്ചൊരിക്കലും പോകില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ തൻവീനെ കസ്റുള്ള നൂനാക്കി മറിച്ചാലേ നമുക്ക് ഓത്ത് മുമ്പോട്ട് പോകും. ഷാനിദ് കേൾക്കുന്നില്ല? ഷാനിദ് ആ പക്ഷെ മനസ്സിലായില്ല പറഞ്ഞത്? പോയാ മുമ്പില്. ഓക്കെ ഓക്കെ ആ ദുർറിയല്ല, റായിന് കസ്റ് വരുന്ന സമയത്ത് ഉറപ്പിക്കണം. റിയാവും റാ രി റു ദുർരിയുഖദ്. അടക്കു നിർത്താൻ പറ്റൂല. കൂട്ടി ഓതണം നിർത്തിയാൽ. ലാ ശർഖിയത്തിൻ തിന്നല്ലാന്ന് ശേഷം ഇദ്ഗാം ഗുന്നന്റെ യാവ് ആവലം വരുന്ന സമയത്ത് പിന്നെ അവിടെ നമ്മൾ തൻവീനൊന്നും കേൾക്കാൻ പറ്റൂല. വലാ ഗർബിയത്തിൻ യകാദു എന്നല്ല, ഗർബിയതീയ തീയ. എല്ലായിടത്തും അങ്ങനെ തന്നെ. യായിലേക്ക് വേഗത്താൻ യായിൽ വെച്ച് മണിക്കണം. മണിക്കണം. യായിൽ വെച്ച് ഷദ്ദ് ചെയ്യാനില്ല, യായിൽ വെച്ച് മണിച്ചാൽ മതി. തരിമൂക്കെന്ന് വരണം ആ മണി. യായിൽ വെച്ചിട്ട് മണിക്കണം. വാവിൻ്റെ ഇഖ്ഫായിലല്ല, ഇത് ഇഖ്ഫാലല്ല, ഇത് ഇദ്ഗാമല്ലേ. നൗമി നൂന് വാവ്, നൂന് വാവ് മീമ് യാ. അവിടെ വാവ് എന്നിടത്തും അങ്ങനെ തന്നെ. ലാ ശർഖിയത്തിൻ വാവിൽ വെച്ച് മണിച്ചു. വലാ ഗർബിയതീയ യായിൽ വെച്ച് മണിച്ചു. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. തൻവീന് ശേഷമുള്ള അക്ഷരത്തിൽ വെച്ചിട്ടാണ് മണിക്കേണ്ടത്. ഇദ്ഗാം ബിഗുന്നയുടെ അടുത്ത് നൂന് വാവ് മീമ് യാ ഈ 4 അക്ഷരങ്ങൾ വരുമ്പോൾ. ആ തംസസ്ഹു എന്ന് വേണ്ട, തംസസ്ഹു നാർ. തൽക്കാലത്ത് കൊടുക്കണ്ട. ആ പിന്നെ അങ്ങനെ തന്നെ നൂരിന്നായി. കൂട്ടി ഓതുന്ന സമയത്ത് അങ്ങനെ പറ്റൂല. നിർത്തുന്ന സമയത്ത് പ്രശ്നമില്ല. കൂട്ടി ഓതുമ്പോൾ നേരെ മണിക്കണം. യഹ്ദി അല്ലാഹു എന്നെങ്ങനെയാ ആവല്? യഹ്ദി അല്ലാഹു എന്നെങ്ങനെയാവല്? യഹ്ദി അല്ലാഹു എന്നെങ്ങനെയാവും? അള്ളാഹ് എന്ന ജലാലത്തിന് ഇസ്മിന് മുമ്പ് കസ്ർ വന്നു കഴിഞ്ഞാൽ നേർത്തില്ലേ? ഫത്ഹുൽ ലമ്മ വന്നു ലാമാവും. ഷൈഇൻ അല്ല, ഷൈഇൻ ഹംസാണ്.
علي في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. ഒന്നും കൂടെ ويذكر فيها اسمه يسبح له فيها بالغدو والآصال. ويذكر فيها اسمه يسبح له فيها بالغدو والآصال. അവിടെ അസാൽ എന്നല്ല ആസാൽ എന്നാണ്. എന്തുകൊണ്ട്? ലാമലിഫിന്റെ ഇടയിൽ എന്ത് വന്നു? രണ്ട് വരയുടെ ഇടയിൽ ഹംസ് വന്നു അല്ലെ, ഹംസിന്റെ ചിഹ്നം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നീട്ടണം. കാരണം ആ ഹംസിന്റെ ചിഹ്നത്തിന് ശേഷമുള്ള വര ഹംസിനെ നീട്ടാമെന്ന് അലിഫാവും. ഇനിയോ അസാൽ നോതാം. എപ്പോ അസാൽ നോതുമായിരുന്നു? എപ്പോ രണ്ടാമത്തെ വരയുടെ മുകളിലാണ് ഹംസ് വന്നതെങ്കിൽ നീട്ടാനില്ല. രണ്ട് വരകൾക്കിടയിലാണ് ഹംസിന്റെ ചിഹ്നം വന്നതെങ്കിൽ നീട്ടണം. ഇവിടെ എങ്ങനെയാ വന്നിട്ടുള്ളത്? ഓക്കെ, അതെ. സദഖല്ലാഹുൽ അദീം. മബ്റൂക്ക്, മാഷാ അല്ലാഹ്. പിന്നെ സല്ലല്ലാഹു വസല്ലം വബറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ എവിടെ എത്തി? ഫിഖ്ഹ്. ഖറാഅത്തുകൾ വായിച്ചു. അതിനുശേഷം നമ്മൾ നവാഖിദുൽ വുളു തുടങ്ങിയില്ലേ? വുളു മുറിയുന്ന കാര്യങ്ങൾ. തുടങ്ങിയില്ല? എൻ്റെ ഓർമ്മയിൽ തുടങ്ങിയതാണല്ലോ. റൌഫ് ഖാൻ ഓർമ്മയുണ്ടോ തുടങ്ങിയതായിട്ട് വുളു മുറിയുന്ന കാര്യങ്ങൾ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. നവാഖിദുൽ വുളൂഇ അല്ലേ? നവാഖിദുൽ വുളൂഇ. നാഖിദിന്റെ ബഹുവചനാണ് നവാഖിദ്. നാഖിദിന്റെ ബഹുവചനാണ് എന്ത്? നവാഖിദ്. നാഖിദ് എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയുന്നത്, മുറിച്ച് വുളൂഇനെ എന്നർത്ഥം. അപ്പോൾ വുളൂഇനെ പൊളിച്ച് കളയുന്നത്, വുളൂഇനെ മുറിച്ച് കളയുന്നത്. അപ്പോൾ വുളൂഇനെ പൊളിച്ച് കളയുന്ന കാര്യങ്ങൾ, വുളൂഇനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ, വുളൂഇനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ എന്നർത്ഥം. ഇനി നവാഖിദുൽ വുളൂഇ, വുളൂഇനെ പൊളിച്ച് കളയുന്ന കാര്യങ്ങൾ, മുറിച്ച് കളയുന്ന കാര്യങ്ങൾ അർബഅത്തുൻ. എത്ര എണ്ണമാണ്? കർസർ കാണുന്നുണ്ടോ? ഓക്കെ. വുളൂഇനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ അർബഅത്തുൻ. എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. അൽ അവ്വലു, ഒന്നാമത്തേത്, വുളൂഇനെ മുറിച്ച് കളയുന്ന, പൊളിച്ച് കളയുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഖുറൂജു ഷൈഇൻ, വല്ലതും പുറത്തു വരലാണ്, ഗൈരി മനിയിഹി, അവൻ്റെ മനിയല്ലാത്ത, അവൻ്റെ ഇന്ദ്രിയമല്ലാത്ത, സ്പേമല്ലാത്ത വല്ലതും പുറത്തു വരലാണ്. മനിയല്ലാത്ത വല്ലതും പുറത്തു വരലാണ്. മിം ഫർജിൻ, ഗുഹ്യഭാഗത്തിലൂടെ, ഔ അല്ലെങ്കിൽ സഖബിൻ, ഒരു ദ്വാരത്തിലൂടെ, തഹ്ത സുറത്തിൻ, പൊക്കിൾ കൊടിയുടെ താഴെയുള്ള, പൊക്കിൾ കൊടിയുടെ താഴെയുള്ള ഒരു ദ്വാരത്തിൽ കൂടിയോ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഗുഹ്യഭാഗം, അത് മുൻദ്വാരമാകട്ടെ പിൻദ്വാരമാകട്ടെ, അതിലൂടെയോ മനിയല്ലാത്ത വല്ലതും പുറത്തു വരലാണ്. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ വുളൂ മുറിഞ്ഞു പോവും അല്ലേ? ഈ പിന്നെ പൊക്കിൾ കൊടിയുടെ താഴെയുള്ള ദ്വാരം എന്ന് പറഞ്ഞില്ലേ, അതെപ്പോ, ഏതവസ്ഥയിൽ? വൽ ഫർജു, ഗുഹ്യഭാഗമാകുന്നത്, മുൻസദ്ദുൻ, അടക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് മുൻസദ് എന്ന് പറഞ്ഞാൽ? എന്താ? അടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗുഹ്യഭാഗം അടക്കപ്പെട്ട അവസ്ഥയിൽ പൊക്കിൾ കൊടിയുടെ താഴെയുള്ള ദ്വാരം അല്ലെങ്കിൽ നോർമലിയായ ഗുഹ്യഭാഗത്തിലൂടെ മനിയല്ലാത്ത വല്ല വസ്തുവും പുറത്തു വന്നു കഴിഞ്ഞാൽ വുളൂ മുറിഞ്ഞു പോകും.
അങ്ങനെ ഇപ്പോൾ സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നെ ഏത് നമ്മൾ സാധാരണയായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെ ഇതാക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ സർജറിയൊക്കെ നടക്കാറുണ്ട്, വളരെ റെയറായിട്ട്. നോർമൽ ദ്വാരത്തിലൂടെ എന്താണ് മലമൂത്രങ്ങൾ വരുന്നില്ലെങ്കിൽ എക്സ്ട്രാ എന്ത് ചെയ്യും, ദ്വാരം ഉണ്ടാക്കും, അല്ലെ, സർജറിയിലൂടെ ദ്വാരം ഉണ്ടാക്കും. മേജർ സർജറികളിലൂടെ ദ്വാരം ഉണ്ടാക്കും. അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട് നടത്തും. ഇനി ഈ പുറത്തു വന്നത്, അല്ലേ, മനിയല്ലാത്ത വല്ല വസ്തു എന്ന് പറഞ്ഞില്ലേ, കേൾക്കുന്നില്ലേ? ഇനി മനിയല്ലാത്ത വല്ല വസ്തു എന്ന് പറഞ്ഞത് ഐനൻ, അത് തടിയുള്ള വസ്തു ആവട്ടെ, ഐനൻ കാന, ആ വസ്തു തടിയുള്ളതാവട്ടെ, ഔ അല്ലെങ്കിൽ റീഹൻ, വാതകമാകട്ടെ, എന്നാൽ ഖരവസ്തു ആകട്ടെ അല്ലെങ്കിൽ ഗ്യാഷ്യസ് ആവട്ടെ എന്നർത്ഥം. ശരിയല്ലേ? ഖരവസ്തു അതിന് തടിയുള്ളതെന്ന് പറഞ്ഞാൽ തടി എന്തോ ആവട്ടെ. ഖരവസ്തുവോ ദ്രാവക വസ്തുവോ ആവട്ടെ, അതിനെന്ന് പറഞ്ഞാൽ ഖരവസ്തു അല്ലെങ്കിൽ ദ്രാവക വസ്തു ആവട്ടെ, ഔ അല്ലെങ്കിൽ റീഹൻ, വാതകമാകട്ടെ, എന്താണെങ്കിലും വുളു മുറിയും. സോളിഡ് ആവട്ടെ, ലിക്വിഡ് ആവട്ടെ, ഗ്യാസ് ആവട്ടെ, എന്താണെങ്കിലും വുളു മുറിയും എന്നർത്ഥം. ഇനിയോ റത്തുബൻ ഔ ജാഫ, റത്തുബൻ എന്താണ്, പച്ചയാവട്ടെ, പച്ച എന്ന് പറഞ്ഞാൽ കളറല്ല കേട്ടോ. പിന്നെയോ ഈർപ്പമുള്ളതിനെ കുറിച്ച് നമ്മൾ പച്ച എന്ന് പറയില്ലേ, പച്ചയാവട്ടെ, ഔ അല്ലെങ്കിൽ ജാഫൻ, ഉണങ്ങിയതാവട്ടെ. ഈ പുറത്തു വന്നത് എന്താണ്, പച്ചയാവട്ടെ, ഉണങ്ങാത്ത ഈർപ്പമുള്ളതാകട്ടെ, ഔ അല്ലെങ്കിൽ ജാഫൻ, എന്താവട്ടെ, ഉണങ്ങിയതാവട്ടെ. ഇനി മുഅ്താദൻ, പതിവായി വരുന്ന വസ്തുവാകട്ടെ, ഔ അല്ലെങ്കിൽ നാദിറ, വളരെ വിരളമായിട്ട് റെയറായിട്ട് വരുന്ന വസ്തുവാവട്ടെ. പതിവായിട്ട് വരുന്നത് മലമൂത്രം, റെയറായിട്ട് ചിലപ്പോൾ എന്ത് വരാം, ചോര വരാം, കല്ല് വരാം, അല്ലേ, മൂത്രത്തിലൂടെ കല്ല് വരാം, അങ്ങനെ എന്തും ആവട്ടെ, റെയറായിട്ട് വരുന്നതാവട്ടെ, മുഅ്താദൻ, പതിവായിട്ട് വരുന്ന വസ്തു ആവട്ടെ. ഇനി മുത്തസിലൻ, ചേർന്ന് വന്നതാവട്ടെ, ഔ അല്ലെങ്കിൽ മുൻഫസില, വേർപിരിഞ്ഞു വന്നതാവട്ടെ. മുത്തസില ചേർന്ന് വന്ന്, ഇപ്പോൾ എരയൊക്കെ ആണെങ്കിൽ എരയൊക്കെ വരാറുണ്ടല്ലോ ചിലപ്പോൾ, പിൻദ്വാരത്തിലൂടെ എര വന്നു, എരയുടെ പകുതി ഭാഗം എന്താണ് ദ്വാരത്തിനകത്തുണ്ട്, പകുതി ഭാഗം പുറത്തു വന്ന്, എന്നാലും വുളു മുറിയും. എര ഫുള്ളായി താഴെ വീഴണമെന്നില്ല എന്നർത്ഥം. അപ്പം അതാണ് ചേർന്ന് നിൽക്കുക. ഔ അല്ലെങ്കിൽ മുൻഫസില, വേർപിരിഞ്ഞതാവട്ടെ. ഇനി എര ഫുള്ളായിട്ട് വീണു അല്ലെങ്കിൽ എന്തോ ആവട്ടെ, മലമൂത്രമാവട്ടെ, ഫുള്ളായിട്ട് വേർപിരിഞ്ഞതാവട്ടെ, അപ്പം ചേർന്ന് നിൽക്കുന്നതാവട്ടെ, വേർപിരിഞ്ഞതാകട്ടെ. ഇനി തൗഅൻ, സ്വയേഷ്ടപ്രകാരമാകട്ടെ, സ്വന്തം ഇഷ്ടത്തോടു കൂടിയാവട്ടെ, ഔ അല്ലെങ്കിൽ കർഹ, ബലം പ്രയോഗിച്ചിട്ടാവട്ടെ. സ്വന്തം ഇഷ്ടപ്രകാരമാവട്ടെ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടാവട്ടെ, എന്നാലും വുളു മുറിയും. നമ്മളതൊക്കെ പറഞ്ഞിരുന്നു. എന്താ, സ്വയേഷ്ടപ്രകാരം ഒരാൾ പിന്നെ എന്താണ് ഒരാളുടെ പിന്നെ എന്താണ് മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ വല്ല വസ്തു വന്നു, അല്ലെങ്കിൽ ഒരാളെ പള്ളക്കിട്ട് കുത്തി, പള്ളക്കിട്ട് തള്ളി, അപ്പോൾ എന്ത് ചെയ്തു, അയാൾ അറിയാതെ എന്താണ് പിന്നെ ആ പള്ളയിലേക്ക് വന്ന, ആ വയറ്റിലേക്ക് വന്ന ഫോഴ്സ് കാരണമായിട്ട് അയാളിൽ നിന്നും ബലാത്കാരമായിട്ട് എന്ത് ചെയ്തു, മലമൂത്രം പുറത്തുപോയി, എന്നാലും വുളു മുറിയും. സ്വയേഷ്ടപ്രകാരമാകട്ടെ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടാവട്ടെ. ഇനി അന്ത, മനഃപൂർവ്വമാവട്ടെ, ഔ അല്ലെങ്കിൽ സഹുവ, മറന്നുകൊണ്ടാവട്ടെ. ഒരാൾ മറന്നുകൊണ്ട്, ഞാൻ അറിയാതെ എന്ത് ചെയ്തു, നമുക്ക് നോമ്പിലൊക്കെ ഇളവുണ്ട് കേട്ടോ സഹുവിനിക്കല്ലേ, നോമ്പിന് നമ്മൾ അറിയാതെ എന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചു, അറിയാതെ വെള്ളം കുടിച്ചു, മറന്നുകൊണ്ട്, എങ്കിൽ നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ല. അള്ളാഹിനെ കബളിപ്പിക്കാൻ പറ്റൂല. നമ്മൾ കുറേ മന്തിയെല്ലാം കഴിച്ച് വെള്ളവും കുടിച്ച് സർവത്തെല്ലാം കൂടി, എനിക്ക് മറന്നുപോയി, യഥാർത്ഥത്തിൽ മറന്നിട്ടില്ലവന്, ഞാൻ മറന്നുപോയി എന്ന് പുറത്ത് അഭിനയിച്ചിട്ട് അത് ഡ്രാമയെന്ന് അള്ളാഹിൻ്റെ അടുത്ത് നടക്കാല്ല. എല്ലാ ഡ്രാമയും അള്ള പിടിക്കും, മനസ്സിലായില്ല? നാടകമൊന്നും അള്ളാഹിൻ്റെ അടുത്ത് നടക്കൂല. ഇത് നമ്മൾ എന്താണ്, പക്ഷേ വുദൂയിൽ അങ്ങനെയല്ല. വുദൂയിൽ മറന്നുകൊണ്ട് നേരത്തെ എന്ത് വിചാരിച്ചു, ളുഹറിന് വുദൂ കൊടുത്തു, ആ വുദൂ കൊണ്ട് തന്നെ അസർ നിസ്കരിക്കാൻ വേണ്ടി എനിക്ക് കരുത്തുണ്ടായിരുന്നു. ളുഹറിൻ്റെ അടുത്ത വുദൂ കൊണ്ട് തന്നെ അത് മുറിയാതെ തന്നെ അസർ നിസ്കരിക്കണം എന്നൊരു ആഗ്രഹം, എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അസർ വാങ്ങി കൊടുത്തോണ്ട് ഞാൻ അറിയാണ്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് അള്ളാ എൻ്റെ വുദൂ മുറിഞ്ഞു പോയല്ലോ, മറന്നുകൊണ്ടാണ് എന്ത് ചെയ്ത് ബാത്റൂമിലേക്ക് പോയത്, എന്നാലും വുദൂ മുറിയും. അപ്പം ഞാൻ മറന്നുകൊണ്ടാണ് എന്താണ് വല്ല വസ്തുവും വന്നതെങ്കിലും ബാത്റൂമിലേക്ക് പോയതെങ്കിലും വുദൂ മുറിയും. ഇനി മനഃപൂർവ്വം പോയി കഴിഞ്ഞാലും വുദൂ മുറിയും. അപ്പോൾ രണ്ട് എക്സ്ട്രീമിനെ കുറിച്ച് പറയാണ്.
ഒരു പോസിറ്റീവായ വശം മറ്റൊരു നെഗറ്റീവായ വശം എല്ലാത്തിലും. മനസ്സിലായില്ലേ? രണ്ട് എക്സ്ട്രീമുകൾ. ആ ഒരു നമ്മൾ ഒരു പിന്നെ ഒരു സ്കെയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ സ്കെയിലിൻ്റെ തുടക്കവും ആ സ്കെയിലിൻ്റെ ഒടുക്കവും അതാണ് എല്ലാത്തിലും പറയുന്നത്. നനവുള്ളതാവട്ടെ പച്ചയാവട്ടെ, നനവുള്ളതാവട്ടെ ഉണങ്ങിയതാവട്ടെ, പതിവായി വരുന്നതാവട്ടെ വിരളമായി വരുന്ന റയറായിട്ട് വരുന്നതാവട്ടെ, ചേർന്ന് വരുന്നതാവട്ടെ വേർപിരിഞ്ഞു വന്നതാവട്ടെ, ഇനി സ്വയേഷ്ടപ്രകാരമാവട്ടെ ബലാത്കാരത്തിലൂടെ ആവട്ടെ, ഇനിയോ മനഃപൂർവ്വമാകട്ടെ മറന്നുകൊണ്ടാവട്ടെ, എങ്ങനെ മനിയല്ലാത്ത വല്ലതും പുറത്തു വന്നോ പുതു മുറിഞ്ഞു. ഓക്കെ അല്ലേ? ഇനിയോ വൽമയ്യിത്തു മയ്യത്ത് ലാ തൻതഖിദു തഹാറത്തുഹു, മയ്യത്തിൻ്റെ ശുദ്ധി മുറിഞ്ഞു പോവുകയില്ല. ബിഖുറൂജി ശൈഇൻ മിൻഹു, നമ്മൾ ചർച്ച ചെയ്തല്ലേ, മയ്യത്തിൽ നിന്ന് വല്ലതും മയ്യത്തിൽ നിന്ന് വല്ലതും പുറത്തു വരൽ കൊണ്ട് മയ്യത്തിൻ്റെ ശുദ്ധി മുറിഞ്ഞു പോവുകയില്ല. മനസ്സിലായല്ലോ? അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇനിയോ വൈന്നമാ, തീർച്ചയായും തജിബു നിർബന്ധമാണ്, ഇസാലത്തുൻ നജാസത്തി നജസിനെ നീക്കം ചെയ്യൽ, മിൻഹ മയ്യത്തിൽ നിന്ന് നജസിനെ നീക്കം ചെയ്യൽ മാത്രമാണ് നിർബന്ധമാകുന്നത്. നജസിൻ്റെ രണ്ടാമത് ശുദ്ധി എടുത്ത് കൊടുക്കണമോ, രണ്ടാമത് പിന്നെ കുളിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ രണ്ടാമത് ശുദ്ധീകരണം ഉണ്ടാക്കി കൊടുക്കാനോ ആവശ്യമില്ല. പിന്നെയോ ആ വന്ന നജസ് എന്താണോ അത് നീക്കം ചെയ്താൽ മാത്രം മതി. കാരണം മയ്യത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയില്ല, മുറിഞ്ഞു പോവുകയില്ല എന്നർത്ഥം ആണ്. വൈന്നമാ, തീർച്ചയായും തജിബ് നിർബന്ധമാകുന്നത് ഇസാലത്തുൻ നജാസത്തി നജസിനെ നീക്കം ചെയ്യൽ മാത്രമാണ്, മിൻഹു മയ്യത്തിൽ നിന്നും, മറ്റൊന്നും നിർബന്ധമാകുന്നില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ വുദൂ മുറിയാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. ഇനിയോ വസാനി, രണ്ടാമത്തെ വുദൂ മുറിക്കുന്ന കാര്യം, സവാലു തമ്മീസിൽ അഖൽ, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോവലാണ്. സവാല് നീങ്ങിപ്പോവലാണ്, തമ്മീസിൽ അഖലി, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോവലാണ്, മറഞ്ഞു പോവലാണ്. അതെങ്ങനെ? പല രൂപത്തിലും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോവാം. ഒന്നിരിക്കൽ ബിസക്കിരിൻ, മസ്ത് പിടിക്കൽ കൊണ്ട്, അല്ലേ, ലഹരി ബാധിച്ച് മസ്ത് പിടിക്കൽ കൊണ്ട്, ഔ അല്ലെങ്കിൽ ജുനൂനിൻ, നമ്മൾ എന്തുണ്ട് ഓപ്പറേഷൻ തൂഫാൻ ഉണ്ടല്ലോ, കഞ്ചാവോ MDMO എന്തെങ്കിലും അടിച്ചിട്ട് എന്ത് ചെയ്തു, മസ്ത് പിടിച്ചിട്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി, എന്നാലും വുദൂ മുറിഞ്ഞു പോകും. ഔ അല്ലെങ്കിൽ ജുനൂനിൻ, ഭ്രാന്ത് പിടിക്കൽ കൊണ്ട്, ഭ്രാന്താവൽ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. ഔ അല്ലെങ്കിൽ ഇഗ്മായിൻ, ബോധക്ഷയം സംഭവിച്ചു, തലയിലേക്ക് തേങ്ങ വീണു. ബോധക്ഷയം പല രൂപത്തിലും സംഭവിക്കാം. ഒന്നിരിക്കൽ ബോധം കെടുത്തി ഓപ്പറേഷൻ വേണ്ടിയിട്ട്, എന്നാലും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. തലയിലേക്ക് ഒരു അടി കിട്ടി, തലയിലേക്ക് തേങ്ങയാറ്റം വീണു, എന്നിട്ട് ബോധം കിട്ടി, എന്നാലും എന്താവും, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. ഔ അല്ലെങ്കിൽ നൗമിൻ, ഉറക്ക് കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. എങ്ങനെയുള്ള ഉറക്ക്? ഇല്ലാ നൗമ മുമക്കിനി മഖഅദഹു, ഇല്ലാ നൗമ, ഒരു ഉറക്കൊഴികെ. എങ്ങനെയുള്ള ഉറക്ക്? പിന്നെ മുമക്കിനിൻ, ശരിപ്പെടുത്തിയവൻ്റെ ഉറക്കൊഴികെ, മഖഅദഹു, ഇരിപ്പിടം ശരിപ്പെടുത്തിയവൻ്റെ ഉറക്കൊഴികെയുള്ള ഉറക്ക് കൊണ്ടും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോകും. ഏതുവരെ? അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മുമക്കിനിൻ മഖഅദഹു, അവൻ്റെ ഇരിപ്പിടം എന്ത് ചെയ്തിരിക്കുന്നു? ശരിപ്പെടുത്തിയവൻ്റെ ഉറക്ക്. ഹത്ത ഇന്തിബാഹിഹി, ആ ഉറക്ക് അവസാനിക്കുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൻ്റെ ചന്തിയും ആ ഇരിപ്പിടവും ശക്തമായിട്ട് ഉറച്ചിട്ടുണ്ട്, ഒരു വിടവുമില്ല. മനസ്സിലായില്ല? ഒരു വിടവുമില്ലെങ്കിൽ എന്താ ചെയ്തു? പിന്നെ പിൻദ്വാരത്തിലേക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചതുപോലെ അല്ലേ? ഒരു വിടവുമില്ലെങ്കിൽ പിൻദ്വാരത്തിലേക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചതുപോലെയാണ്. അപ്പോൾ എന്താവില്ല? ഒന്നും പുറത്തു പോകില്ല. മനസ്സിലായില്ലേ? വാതകങ്ങളൊന്നും പുറത്തു പോകില്ല, കീഴ്വായൊന്നും പുറത്തു പോകാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ അല്ലാത്ത ഉറക്ക്. അപ്പോൾ ഉറക്ക് കൊണ്ടോ ബോധക്ഷയം സംഭവിക്കൽ കൊണ്ടോ ഭ്രാന്ത് കൊണ്ടോ മസ്താവൽ കൊണ്ട്, ലഹരി ഉപയോഗിച്ച് മസ്താവൽ കൊണ്ടൊക്കെ എന്താവാം? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം. അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ വുദൂ മുറിയും. ആ 1 സെക്കൻഡ് ആണെങ്കിലും ഓക്കെ, 1 സെക്കൻഡാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയതെങ്കിലും വുദൂ മുറിയും. ഹത്തന്തിബാഹി എന്ന് പറഞ്ഞാൽ ആ ഉറക്ക് അവസാനിക്കുന്നത് വരെ, ഇരിപ്പിടം ശരിപ്പെടുത്തിയവൻ്റെ ഉറക്കല്ലാത്ത ഉറക്ക്. സാധാരണ നോർമലായിട്ട് കിടന്നുറങ്ങി, ഇരുന്നുറങ്ങി, ചെരിഞ്ഞുറങ്ങി, നല്ല ഉറക്കുറങ്ങി, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി, വുദൂ മുറിഞ്ഞു. നമ്മൾ ഇരിപ്പിടം ഉറപ്പിച്ച് ഉറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ എന്തല്ല ഉറക്കൊണ്ട് ഉദ്ദേശം തൂങ്ങി ഉറക്കല്ല കേട്ടോ. നമ്മളിപ്പോൾ ചിലപ്പോൾ പള്ളിയിൽ ഖുതുബയുടെ സമയത്തെല്ലാം ഉറങ്ങലില്ലേ?
അല്ലേ? വെള്ളിയാഴ്ച ഖുത്ബക്കൊക്കെ ഒരു തൂങ്ങി ഉറക്കില്ല, നുആസ് എന്ന് പറയും, അതുകൊണ്ട് പ്രശ്നമില്ല. അതിവിടെ പറയുന്നുണ്ട്. ലാ യൻതഖിദുൽ വുളൂഉ ലാ യൻതഖിദുൽ വുളൂഉ മുറിഞ്ഞു പോവുകയില്ല ബി നുആസിൻ തൂങ്ങി ഉറക്കുകൊണ്ട്. നമ്മൾ ജുമാൻ്റെ ഇടയിലുള്ള ഇങ്ങനെയുള്ള ചെറിയ ഉറക്കില്ലേ, ചെറിയൊരു എന്താണ് ഒരു മുട്ടി, ആരെങ്കിലും ഒന്ന് മുട്ടിയാൽ തന്നെ എണീക്കുന്ന, ഒന്ന് തോണ്ടിയാൽ തന്നെ എണീക്കുന്ന ഉറക്കില്ലേ, ചെറിയൊരു ഉറക്ക്. ആ ഉറക്കുകൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നില്ല എന്നതുകൊണ്ട് തന്നെ എന്താകുന്നില്ല, വുളൂ മുറിയുന്നില്ല. അതേപോലെ വലാബി അവാഇലി നശ്വതി സക്രി, വലാബി അവാഇലി നശ്വതി സക്രി എന്താണ്, മസ്തിൻ്റെ ലക്ഷണങ്ങളുടെ തുടക്കങ്ങൾ കൊണ്ടും മസ്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ തുടക്കം കൊണ്ടും വുളൂ മുറിയുകയില്ല. മസ്ത് നല്ലോണം മസ്തായി കഴിഞ്ഞാലാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നത്. മസ്ത് പിടിക്കുന്ന തുടക്കഘട്ടമില്ല, ഇങ്ങനെ അതിൻ്റെ ഒരു ആരംഭഘട്ടം കൊണ്ട് എന്താവുകയില്ല, വുളൂ മുറിഞ്ഞു പോവുകയില്ല. അത് ഏകദേശം ഇതുപോലെ തന്നെ നമ്മൾ തൂങ്ങിയുറക്ക് പോലെ തന്നെയാണ്. ശരിയല്ലേ? ഇങ്ങനെ മസ്ത് ഇങ്ങനെ പിടിച്ച് വരുന്ന സമയം, ഏകദേശം നമുക്ക് എന്താ പറയുക, നല്ല ബിരിയാണി മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉറക്ക് വരുന്നത് പോലെ, അതാണെന്ത്, ആ മസ്തിൻ്റെ ലക്ഷണങ്ങളുടെ ആരംഭം കൊണ്ടും എന്താവുകയില്ല, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങില്ല. അതുകൊണ്ട് തന്നെ വുളൂ മുറിഞ്ഞു പോകില്ല എന്നർത്ഥം. അപ്പം അതല്ലാത്ത രൂപത്തിൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ, അത് 1 സെക്കൻഡ് നീങ്ങിയാൽ പോലും വുളൂ മുറിഞ്ഞു പോകും. നമ്മൾ ഈ തൂങ്ങി ഉറക്കം കൊണ്ട്, അതായത് നന്നായിട്ട് ഉറക്കം തൂങ്ങുന്നുണ്ട്, ഉറങ്ങി കടന്ന് പൊതച്ചാൽ മാത്രമല്ല ഉറക്കാവല്ല. അതന്നെ പറഞ്ഞത്, ഈ നുആസ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് എന്താണ്, ചെറിയൊരു ടച്ച് കൊണ്ട് തന്നെ അറിയുന്നുണ്ടെങ്കിലാണ് നുആസ്. അല്ലാണ്ട് നല്ല കൂർക്കം വലിച്ചിട്ട് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷെ കൂർക്കം വലിയുണ്ട്, അത് പരിധി വിട്ട്, അത് നൗം തന്നെ, നുആസ് അല്ല. ഇരുന്നത് കൊണ്ട് മാത്രം നുആസ് ആവണമെന്നില്ല. മനസ്സിലായില്ലേ? ഇരുന്നത് കൊണ്ട് മാത്രം നുആസ് ആവണമെന്നില്ല. പരിധി വിട്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്താണ്, തൊട്ടാലും തോണ്ടിയാലും അറിയാത്ത രൂപത്തിലാണ് ഉറക്കത്തിൽപ്പെട്ടതെങ്കിൽ അത് നൗം തന്നെ, നുആസ് അല്ല. നുആസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ തോണ്ടിയാൽ തന്നെ മനസ്സിലാകുന്ന ഉറക്കുണ്ടല്ലോ, ആ ഉറക്കാണ് എന്ത്, നുആസ് എന്ന് പറയുന്നത്. ഇനിയോ വസാലിസു, മൂന്നാമത്തേത് മസ്സു ഫർജിൻ ആദമീൻ, മനുഷ്യൻ്റെ ഗുഹ്യ ഭാഗം സ്പർശിക്കലാണ്. ബിബത്നിൽ കഫി, മുൻകൈയിൻ്റെ പള്ള കൊണ്ട്, മുൻകൈയിൻ്റെ പള്ളഭാഗം, ഉൾഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ ഭാഗം സ്പർശിച്ചാൽ വുളൂ മുറിയും. നേരിട്ട് സ്പർശിക്കണം കേട്ടോ. നേരിട്ട് തൊലി തമ്മിൽ എന്ത് ചെയ്യണം, സ്പർശിക്കണം. അതല്ലാണ്ട് എന്തല്ല, പിന്നെ തുണീൻ്റെ മുകളിലൊന്നും സ്പർശിച്ചുകൊണ്ട് പ്രശ്നമില്ല. ചിലപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, തുണി എടുത്ത് ചിലപ്പോൾ ചൊറിയും, അല്ലേ, ചെറിയൊരു ചൊറിയെല്ലാം ചൊറിയും, അതുകൊണ്ടൊന്നും വുളൂ മുറിയണമെന്നില്ല. നേരിട്ട് തൊലി തമ്മിൽ സ്പർശിച്ചാലാണ് വുളൂ മുറിയുന്നത്. അത് അപ്പം ഗുഹ്യഭാഗം എന്ന് പറഞ്ഞില്ല, അത് ഖുബുലൻ കാന ഔ ദുബുറ, ആ ഗുഹ്യഭാഗം മുൻദ്വാരമാവട്ടെ അല്ലെങ്കിൽ ദുബുറ പിന്ദ്വാരമാവട്ടെ. ഖുബുൽ എന്ന് പറഞ്ഞാൽ മുൻദ്വാരം കേട്ടോ. ഖുബുൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മുൻദ്വാരം. ദുബുർ എന്ന് പറഞ്ഞാൽ പിന്ദ്വാരം. നമ്മൾ ബട്ടൂക്ക്, അതാണ് പിന്ദ്വാരം, ദുബുർ എന്ന് പറയുന്നത്. നമ്മൾ പെനിസ് എന്ന് പറയുന്നില്ലേ, ആണുങ്ങൾ പെനിസ് എന്ന് പറയും, മറ്റേ പെണ്ണുങ്ങളെ കുറിച്ച് വജൈന എന്ന് പറയും, അതാണ് എന്ത്, ഖുബുൽ. ദുബുർ എന്ന് പറഞ്ഞാൽ ബട്ടൂക്ക്. അപ്പോൾ എന്തോ ആവട്ടെ, അപ്പോൾ മുൻദ്വാരമാവട്ടെ, എന്താണ് പിന്ദ്വാരമാവട്ടെ, പിന്നെ സലീമൻ ഔ അല്ലെങ്കിൽ അഷല്ല, സ്വാധീനമുള്ളതാവട്ടെ, സ്വാധീനം നഷ്ടപ്പെട്ടതാവട്ടെ, സ്വാധീനമുള്ള ഗുഹ്യഭാഗമാവട്ടെ, സ്വാധീനം നഷ്ടപ്പെട്ട ഗുഹ്യഭാഗമാവട്ടെ. സ്വാധീനമുള്ള ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സാധാരണ ഉപയോഗപ്രദമായ ഗുഹ്യഭാഗമാവട്ടെ, അല്ലെങ്കിൽ അഷല്ല, എന്താണ്, സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു, അയാളെ നമ്മളറിയാമല്ലോ, താഴത്തെ വൃഷ്ണത്തിലുള്ള മണി ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് സ്വാധീനം ഉണ്ടാവോ? സ്വാധീനം എന്ന് പറഞ്ഞാൽ വികാരം ഉണ്ടാവോ? വൃഷ്ണമണി, ആ മണി ഉടച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്ന സാധനം, അത് ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ വികാരം ഉണ്ടാവില്ല, പിന്നെ ഇന്തിഷാർ ഉണ്ടാവില്ല, പിന്നെ വൈകാരികമായ ഒരു എന്തുണ്ടാവില്ല, ടച്ചൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ തൊട്ടാ ഒന്നും പറയും, എങ്ങനെ ആവട്ടെ. ഇനിയോ മുത്തസിലൻ, ചേർന്ന് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഗുഹ്യഭാഗമാവട്ടെ, അല്ലെങ്കിൽ മുൻഫസില, വേർപിരിഞ്ഞ് മുറിഞ്ഞു പോയ ഗുഹ്യഭാഗമാവട്ടെ, തൊട്ടാവത് മുറിയും. ഒരു ഭാഗം ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്നുണ്ട്, അതിന് പോയി തൊട്ടാൽ വുളൂ മുറിയും. ക്യൂരിയോസിറ്റിയിൽ പോയിട്ട് തൊട്ട് എന്ത് സംഗതി എന്നറിയാൻ വേണ്ടിയിട്ട്, എന്നാലും വുളൂ മുറിയും. പിന്നെ അത് വലൗലി മയ്യത്തിൻ,
നമ്മളത് പറഞ്ഞിട്ടുണ്ട്, മയ്യത്തിൻ്റെ ഉളു മുറിയില്ലെങ്കിലും മയ്യത്തിൻ്റെ ഗുഹ്യഭാഗം തൊട്ടാൽ ഉളു മുറിയും. വലോല് മയ്യത്തിന്, അത് മയ്യത്തിൻ്റെ ഗുഹ്യഭാഗമാവട്ടെ, അവല്ലെങ്കിൽ സഗീറിൻ, ചെറിയ കുഞ്ഞിൻ്റെതാവട്ടെ, ചെറിയ പിഞ്ചു പൈതൽ, ശരിയല്ലേ? മനുഷ്യൻ്റെ എന്നാ പറഞ്ഞത്, അത് ജനിച്ച ഉടനെയുള്ള കുഞ്ഞിൻ്റെ ഗുഹ്യഭാഗം തൊട്ടാൽ ഉളു മുറിയും, മയ്യത്തിൻ്റെ ഗുഹ്യഭാഗം തൊട്ടാൽ ഉളു മുറിയും. മനസ്സിലായോ? മനുഷ്യൻ്റെ തന്നെ ആവണം കേട്ടോ, മനുഷ്യൻ്റെ തന്നെ ആവണം. അപ്പം എന്താണ്, പിന്നെ പശുവിൻ്റെ പാല് കറന്നതുകൊണ്ടൊന്നും എന്താവില്ല, ഉളു മുറിയൂല. പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതി. അപ്പോൾ മനുഷ്യൻ്റെ ഗുഹ്യഭാഗം തൊട്ടാലാണ് എന്ത് ചെയ്യുന്നത്, ഉളു മുറിയുന്നത്. ഇനിയോ നോക്ക്, ഇത് അംദൻ കാനൽ മസു ഔ സഹുവ അംദൻ, മനഃപൂർവ്വമാകട്ടെ, കാനൽ മസു, ഈ തൊട്ടത്, ഈ സ്പർശിച്ചത് മനഃപൂർവ്വമാണെങ്കിലും, ഔ അല്ലെങ്കിൽ സഹുവ, മറന്നുകൊണ്ടാണെങ്കിലും ഉളു മുറിയും. മനഃപൂർവ്വമാണ്, ഞാൻ അറിയാണ്ട് തൊട്ടുപോയത് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാണ്ട് തൊട്ടാലും, അറിയാണ്ട് വിഷം കുടിച്ചാലും മരിക്കുമല്ലോ. അറിഞ്ഞുകൊണ്ട് വിഷം കുടിച്ചാൽ മാത്രമല്ല, പല കാര്യങ്ങളിൽ, നോമ്പിൽ മാത്രം അങ്ങനെ ഇളവുള്ളൂ, ബാക്കി എല്ലാത്തിനും ഇളവിട്ടൊന്നുമില്ല, എല്ലാത്തിനും അറിയാണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറിയാണ്ടാണെങ്കിൽ എന്താണ്, തൊട്ടാൽ ഉളു മുറിയും. അപ്പോൾ മനഃപൂർവ്വമാവട്ടെ തൊട്ടത്, അറിയാണ്ടാവട്ടെ. ഇനിയോ വലാ യൻഖുദു മസ്സുൽ ആനതി, വലാ യൻഖുദു, മുറിയുകയില്ല, മസ്സുൽ ആനതി, ഗുഹ്യരോമം തൊടൽ മുറിയുകയില്ല. ഗുഹ്യരോമം തൊട്ടാൽ ഉളു മുറിയുകയില്ല. ശരിയല്ലേ? ഗുഹ്യരോമം, മുകൾ ഭാഗത്തുള്ളതും താഴ്ഭാഗത്തുള്ളതുമായ ഗുഹ്യരോമം തൊട്ടുകൊണ്ട് മാത്രം ഉളു മുറിയുകയില്ല. അതേപോലെ വബാത്തിനിൽ അല്യത്തി, വബാത്തിനിൽ അല്യത്തി, ചന്തിയുടെ ഉൾഭാഗം തൊട്ടാലും ഉളു മുറിയില്ല. ചന്തിയുടെ ഉൾഭാഗം തൊട്ടാലും ഉളു മുറിയില്ല. പിന്നെ പിന്ദ്വാരത്തിൽ, നമ്മൾ ഗുഹ്യഭാഗം എന്നല്ല പറഞ്ഞു, മുൻദ്വാരം തൊട്ടാലും ഉളു മുറിയും. ഹഷ്ഫ, പുരുഷന്മാരുടെ ഹഷ്ഫ തൊട്ടാൽ ഉളു മുറിയും. പിന്നെ പിന്ദ്വാരത്തിൽ എവിടെയാണ്, പിന്ദ്വാരത്തിൽ ദ്വാരം തൊടണം. ആ ഹൽക്ക, ആ വട്ടം ഉണ്ടല്ലോ, ആ വട്ടക്കണ്ണി, ആ വട്ടക്കണ്ണി തൊട്ടാലാണ് ഉളു മുറിയുന്നത്. പിന്നെ ചന്തിയുടെ ഉൾഭാഗം, ആ തോൽ, നമ്മളിത് എന്താണ്, ആ പിന്നെ മാംസഭാഗം തൊട്ടുകൊണ്ട് എന്താവൂല, ഉളു മുറിയില്ല. അതാണ് എന്താ പറഞ്ഞത്, വലാ യൻഖുദു മസ്സുൽ ആനത്തി, ആനത്ത് പറഞ്ഞാൽ ഗുഹ്യരോമം തൊട്ടാൽ ഉളു മുറിയില്ല. ബാത്തിനിൽ അല്യത്തി, ചന്തിയുടെ ഉൾഭാഗം തൊട്ടാലും, അഥവാ ആ മാംസതലമായ ഭാഗം തൊട്ടാൽ ഉളു മുറിയുകയില്ല. വൽ ഉൻസയൈനി, രണ്ട് വൃഷ്ണങ്ങൾ തൊട്ടാൽ ഉളു മുറിയില്ല. അപ്പോൾ ഹഷ്ഫയുടെ താഴെ തൂങ്ങിക്കിടക്കുന്ന രണ്ട് വൃഷ്ണങ്ങൾ, ടെസ്റ്റിക്കിൾസ്, അത് തൊട്ടാൽ എന്താവുകയില്ല, ഉളു മുറിയുകയില്ല. എന്നാലും ഉളു എടുക്കൽ സുന്നത്താണ്, അത് നമ്മൾ പറയും. ശരിയല്ല? എവിടെയൊക്കെ തൊട്ടാൽ. അതേപോലെ വലാമ ഖുത്തിയ മിനൽ ഖിതാൻ, നമ്മൾ ഛേദിക്കപ്പെട്ടതാണെങ്കിൽ തൊട്ടാൽ ഉളു മുറിയെന്ന് പറഞ്ഞില്ലേ? നമ്മൾ എന്താണ്, ചേർന്നിരിക്കുന്ന ഗുഹ്യഭാഗമാവട്ടെ, പിരിഞ്ഞു പോയതാവട്ടെ എന്ന് പറഞ്ഞില്ലേ? ഇനിയോ വലാമ, ഒന്നിനെ തൊട്ടാലും ഉളു മുറിയുകയില്ല. ഖുത്തിയ, അത് മുറിക്കപ്പെട്ടിരിക്കുന്നു, ഫിൽ ഖിതാൻ, എന്താണ്, മാർക്കം ചെയ്യുന്ന സമയത്ത്. സർക്കംസിഷൻ എന്ന് പറയുന്നില്ലേ, മാർക്കം ചെയ്യുന്ന, സുന്നത്ത് ചെയ്യുന്ന സമയത്ത്, മാർക്കം ചെയ്യുന്ന സമയത്ത് മുറിക്കപ്പെട്ട തൊലിയുണ്ടല്ലോ, ആ തൊലി തൊട്ടാൽ ഉളു മുറിയില്ല. ആ തൊലിയെ തൊട്ടാൽ ഉളു മുറിയില്ല. അതേപോലെ വലാ മസ്സുൽ ഫർജി, ഗുഹ്യഭാഗം തൊട്ടാലും ഉളു മുറിയില്ല. ബി റുഊസിൽ അസാബിഇ, വിരലുകളുടെ തല കൊണ്ട്. നമ്മൾ കയ്യിൻ്റെ ഉൾഭാഗം എന്നാണ് പറഞ്ഞത്. ഇനി ഒരാൾ വിരലിൻ്റെ തല്ല കൊണ്ട്, ശരിയല്ലേ, വിരലിൻ്റെ തല്ല കൊണ്ട് ഗുഹ്യഭാഗം തൊട്ടു, ഹഷ്ഫ തൊട്ട്, അല്ലെങ്കിൽ ഫർജ് തൊട്ട്, എന്നാലും എന്താവുകയില്ല, ഉളു മുറിയുകയില്ല. അതേപോലെ വമാ ബൈനഹ, നോക്ക്, വമാ ബൈനഹ, ആ വിരലുകൾക്കിടയിലുള്ള, വിരലുകളുടെ തല കൊണ്ട് സ്പർശിച്ചാലും ഉളു മുറിയുകയില്ല. ആ വിരലുകൾക്ക് ഇടയിലുള്ള ഒന്നുകൊണ്ട് തൊട്ടാലും ഉളു മുറിയുകയില്ല. വിരലുകൾക്കിടാന്ന് പറഞ്ഞാൽ ഇത്, ശരിയല്ലേ? വിരലുകൾക്കിട കൊണ്ട് തൊട്ടാലും, ഇതുകൊണ്ട് തൊട്ടാലും എന്താവുകയില്ല, ഉളു മുറിയുകയില്ല. ഇനിയോ, ഇനി റൗഫ്ക, ഷാനിദ്ക, ഒരാൾ ഇങ്ങനെ പിടിച്ച് മൂത്രിച്ചാൽ ഉളു മുറിയോ? അപ്പോൾ പൊട്ട്ലീസാക്കൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഉസ്താ പറഞ്ഞല്ലേ ഇപ്പോൾ, ഇതുകൊണ്ട് തൊട്ടാൽ ഉളു മുറിയും, അപ്പോൾ ഇങ്ങനെ പിടിച്ച് മൂത്രിച്ചാൽ ഉളു മുറിയില്ല ഉസ്താ, മൂത്രിച്ചാൽ ഉളു മുറി എന്നുള്ള വേറെ വിഷയം. വമാബൈന, വിരലുകൾക്കിടയിലുള്ള ഒരു ഭാഗം കൊണ്ട് തൊട്ടാലും ഉളു മുറിയുകയില്ല. വഹർഫിഹ എന്ന് പറഞ്ഞാൽ ആ വുളൂഇൻ്റെ അരു കൊണ്ട് തൊട്ടാലും ഉളു മുറിയുകയില്ല. ആ വിരലുകളുടെ അരു കൊണ്ട് തൊട്ടാലും ഉളു മുറിയുകയില്ല. അരു എന്ന് പറഞ്ഞാൽ ഇത്, ശരിയല്ലേ? ഇതാണെന്ത്, അരു. ഇത് വിരലുകൾക്കിട, അല്ലേ? നോക്ക്, ഇത് വിരലുകളുടെ തല, ഇത് ഈ ഭാഗം വിരലുകളുടെ തല. നമ്മളെങ്ങനെ പറയുന്നത് ഇപ്പോൾ, ഇതാ, ഇത് വിരലുകളുടെ തല, ഇത് ബൈനഹുമ, ഇത് ഹർഫ്, വിരലുകളുടെ എന്താണ്, ഹർഫ്,
അരു, വിരലുകളുടെ അരു എന്ന് പറയുന്നത്. ഇനി ഹർഫിർ റാഹത്തി, ഉള്ളം കൈയിൻ്റെ കൈപ്പത്തിയുടെ അരു കൊണ്ട് തൊട്ടാൽ ഉദു മുറിയുകയില്ല. കൈപ്പത്തിൻ്റെ അരു ഇത്, ഇതാണ് കൈപ്പത്തിൻ്റെ അരു. ഇത് വിരലിൻ്റെ അരു, ഇത് വിരലിൻ്റെ ഇട, ഇത് വിരലിൻ്റെ തല. ഇതുകൊണ്ടൊന്നും തൊട്ടാൽ ഉദു മുറിയില്ല. പിന്നെയോ ഉൾകൈ കൊണ്ട് തൊടണം, കൈപ്പത്തി ഉൾഭാഗം കൊണ്ട് തൊടണം, എന്നാലേ ഉദു മുറിയും. ഇനിയോ വലായന്തഖിദു, വുളു മുറിയുകയില്ല. വലായന്തഖിദു വുളൂഇൽ മസ്, എന്താണ് മംസൂസി. വലായന്തഖിദു വുളൂഇൽ മംസൂസി. മംസൂസ് എന്ന് പറഞ്ഞാൽ ഛേദിക്കപ്പെട്ടവൻ. മംസൂസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിരിക്കുന്നു, ആ പിന്നെ മുൻദ്വാരം ഫുള്ളായിട്ട് ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, ഓൻ്റെ ഉദു മുറിയില്ല അവിടെ തൊട്ടാലും. നമ്മൾ പറഞ്ഞ എന്താണ്, ഗുഹ്യഭാഗം ഹഷ്ഫയിൽ തൊട്ടാലല്ലേ ഉദു മുറിയുന്നത്. വലായന്തഖിൽ ഉദു മുറിയുകയില്ല അൽ മംസൂസി, ആരുടെ ഉദു, എന്താണ് ആ ദ്വാരം ഫുള്ളായി ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, ഹഷ്ഫ ഫുള്ളായിട്ട് മുറിക്കപ്പെട്ടിട്ടുണ്ട്. ആ മുറിക്കപ്പെട്ടവൻ്റെ ഉദു മുറിയൂല, കാരണം അവിടെ ഹഷ്ഫയില്ലല്ലോ. തൊട്ടാൽ ഉദു മുറിയാൻ മാത്രം അവിടെ എന്തില്ല, ഹഷ്ഫയില്ലാത്തത് കൊണ്ട് തന്നെ ഉദു മുറിയുകയില്ല. ഇനിയോ വറാബിഉ, നാലാമത്തേത്. വറാബിഉ, നാലാമത്തേത്. 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്തൊക്കെയാ പറഞ്ഞതൊന്ന് പറഞ്ഞേ. ഗുഹ്യഭാഗത്തിലൂടെ മനിയല്ലാത്ത, മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക. 2 വകതിരിവ് നീങ്ങിയാൽ. 3-ാമത്തേത് മനുഷ്യന്റെ ഗുഹ്യഭാഗം സ്പർശിക്കുക. الرابع, 4-ാമത്തേത് തലാഖി ബശറതൈ ദക്കരിൻ വ ഉൻസ കബീറൈനി അജ്നബിയൈനി. തലാഖി ചേരലാണ്, ബശറതൈ 2 തൊലികൾ, ദക്കരിൻ വ ഉൻസ സ്ത്രീ പുരുഷന്മാരുടെ 2 തൊലികൾ പരസ്പരം ചേരലാണ്. എങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാരാണ്? കബീറൈനി മുതിർന്നവരായ, അജ്നബിയൈനി അന്യരായ മുതിർന്നവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരലാണ്. തലാഖി ചേരലാണ്, ബശറത്തൈ 2 തൊലികൾ തമ്മിൽ, ദക്കരിൻ വ ഉൻസ സ്ത്രീ പുരുഷന്മാരുടെ, കബീറൈനി മുതിർന്നവരായ, അജ്നബിയൈനി അന്യരായ മുതിർന്നവരായ 2 സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരലാണ്. ഈ മുതിർന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? മുതിർന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നിലക്ക് കാണുന്ന സമയത്ത് വികാരം തോന്നുന്നുണ്ടോ ഇല്ലേ എന്നൽക്ക് നോക്കിയിട്ട് ശരിയില്ലേ, അതാണ് നമ്മൾ എന്താണ് അതിൻ്റെ മാനദണ്ഡം. മുതിർന്ന എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തണമെന്നില്ല, പിന്നെയോ കാണുമ്പോൾ വികാരം തോന്നുന്ന പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, ശരിയല്ലേ? കാണുമ്പോൾ വൈകാരികമായ ഉണർവ് ഉണ്ടാകുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മുതിർന്നതായി. അങ്ങനെ ഒരു പെൺകുട്ടിയെ തൊട്ടാൽ തന്നെ ഉദു മുറിയും എന്ന് പറഞ്ഞാൽ ഒരു 2-3 വയസ്സ് വരെ നമുക്ക് ഒപ്പിക്കാം. ഒരു 4 വയസ്സ് 5 വയസ്സെല്ലാം കഴിഞ്ഞാൽ തൊട്ടാ ഉദു മുറിയുന്ന രൂപവും. മനസ്സിലായോ? അപ്പോൾ ഹദ്ദു എന്താണ്? ഹദ്ദുൽ ഇഷ്തിഹാ ആണ് അവിടെ എന്താണ് അതിൻ്റെ മാനദണ്ഡം. എന്താണ്? വികാരം തോന്നിപ്പിക്കുന്ന ഒരു പരിധി, അതാണ് അതിൻ്റെ മാനദണ്ഡം. അതാണ് കബീറൈൻ എന്ന് പറഞ്ഞതിൻ്റെ മാനദണ്ഡം. ഇനിയോ വലോബി ഇക്റാഹിൻ, ഇനി ആ സ്പർശിച്ചത് വലോബി ഇക്റാഹിൻ, 2 പേരുടെ ഉദു മുറി കേട്ടോ, 2 പേരുടെയും ഉദു മുറിയും. വലോബി ഇക്റാഹിൻ, അത് ബലാത്കാരം കൊണ്ടാണെങ്കിലും ശരി, ഇത് ബലാത്കാരത്തിലൂടെ ആണെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ടത് ഇഷ്ടമില്ലാതെ തൊട്ടു, ഇഷ്ടമില്ലാതെ വന്ന് തൊട്ടു, എന്നാലും 2 ആൾ ഉദു മുറിയും. ഔ അല്ലെങ്കിൽ ബിലാ ഷഹ്വത്തിൻ, വികാരത്തോടു കൂടി അല്ലെങ്കിലും ശരി, വികാരമില്ലാതെയാണെങ്കിലും ശരി, ബലാത്കാരത്തോടു കൂടിയാണെങ്കിലും ശരി, തൊലി തമ്മിൽ ചേർന്നോ ഉദു മുറിയും. കണ്ട, സവാഉൻ സമമാണ്, അൽ ലാമിസു വൽ മൽമൂസു, തൊട്ടവനും തൊടപ്പെട്ടവനും എന്താണ്? സമമാണ്. ലാക്കിൻ എങ്കിലും ലായന്തഖിളു വുദൂഉൽ മയ്യിത്തി, മയ്യത്തിൻ്റെ വുദൂ മുറിയൂല. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മയ്യത്ത് എങ്ങനെ ആയാലും അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മയ്യത്ത് എങ്ങനെയാണെങ്കിൽ മയ്യത്തിൻ്റെ വുദൂ മുറിയില്ല. തൊട്ടവൻ്റെയും ഇപ്പോൾ മയ്യത്തിൻ്റെ ഗുഹ്യഭാഗം തൊട്ടാലും തൊട്ടവൻ്റെ വുദൂ മുറിയും, മയ്യത്തിൻ്റെ വുദൂ മുറിയില്ല. ഇനിയോ മയ്യത്ത് പെണ്ണാണെങ്കിൽ നമ്മൾ പോയി തൊട്ട് കഴിഞ്ഞാലോ നമ്മളെ വുദൂ മുറിയും, മയ്യത്തിൻ്റെ വുദൂ മുറിയില്ല. കാരണം മയ്യത്തിന് തക്ലീഫില്ല, നമ്മളൊന്ന് പറഞ്ഞല്ലേ, തക്ലീഫ് നമുക്കാണ്. മയ്യത്തിനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിക്കൽ മാത്രമാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. പിന്നെ ആ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിൻ്റെ ശുദ്ധി ഒരിക്കലും മുറിഞ്ഞു പോകില്ല. വേഗം കൊണ്ടുപോയി കബറടക്കാന്നല്ലാണ്ട് പിന്നെ മയ്യത്തിനെ ചൊറിയാൻ നിൽക്കാൻ പാടില്ല. മനസ്സിലായില്ലേ?
ഇനി ഗുഹ്യഭാഗം തൊട്ട് കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ വന്നിട്ട് മറ്റൊരാളുടെ ഗുഹ്യഭാഗം ഒരു എന്താണ് പിന്നെ ഒരാൾ നമ്മൾ എന്താ പറയുന്നത്, കോഡ് ലെറ്റർ എ, മനസ്സിലായില്ലേ? കോഡ് ലെറ്റർ എ പോയിട്ട് കോഡ് ലെറ്റർ ബീൻ്റെ ഗുഹ്യഭാഗം തൊട്ട് കഴിഞ്ഞു ഹഷ്ഫ തൊട്ട് കഴിഞ്ഞാൽ ഉളു മുറിയോ? രണ്ടാളെ ഉളു മുറിയൂലേ? രണ്ടാളെ ഉളു മുറിയില്ല. തൊട്ടവൻ്റെ ഉളു മാത്രം അവിടെ മുറിയും. ഹഷ്ഫ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടവൻ്റെ ഉളു മുറിയും, തൊടപ്പെട്ടവൻ്റെ ഉളു മുറിയൂല. മനസ്സിലായോ? ലെറ്റർ എ പോയിട്ട് ലെറ്റർ ബീൻ്റെ ഹഷ്ഫ തൊട്ട് കഴിഞ്ഞാൽ തൊട്ട ലെറ്റർ എൻ്റെ ഉളു മുറിയും, തൊടപ്പെട്ട ലെറ്റർ ബീൻ്റെ ഉളു മുറിയൂല. പക്ഷേ അന്യപുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുന്നിടത്ത് തൊട്ടവൻ്റെയും തൊടപ്പെട്ടവൻ്റെയും ഉളു മുറിയും. തിരിഞ്ഞാ? മനസ്സിലായോ? ഈ കേസിൽ കൈയിന്റെ ഉടമേന്റെ പിന്നെ ഉളു മുറിയും എന്നാണല്ലോ. കൈ ആരുടേതാണോ അവരുടെ ഉളു മുറിയും എന്നല്ല ആ കേസിൽ വരുന്നത്. ആ കേസിൽ അതാണ് ആരുടെ മുൻകൈയുടെ വെള്ളയാണോ കൊണ്ടത് അവൻ്റെ ഉളു മുറിയും. അതായത് തൊട്ടവൻ്റെ ഉളു മുറി നടത്തും, തൊടപ്പെട്ടവൻ്റെ ഉളു മുറിയില്ല. ഇവിടെ രണ്ടാളെ ഉളു മുറിയും. ഇനി നോക്ക് വലാ നഖ്സ കാണുന്നില്ല, കർസർ കാണുന്നില്ലേ? വലാ നഖ്ദ കട വലാ നഖ്ദ, ഇനി ഉളു മുറിയുകയില്ല ബിലംസി ഗൈരിൽ ബശറത്തി, തൊലി അല്ലാത്തത് തൊടൽ കൊണ്ട് ഉളു മുറിയുകയില്ല. ബിലംസി ഗൈരിൽ ബശറത്തി, തൊലി അല്ലാത്തത് സ്പർശിക്കൽ കൊണ്ട് ഉളു മുറിയുകയില്ല. ശരിയല്ലേ? തൊലി തന്നെ എന്ത് ചെയ്യണം? തൊലികൾ തമ്മിൽ ചേരണം. ബഹുവഹുന, ഇവിടെ തൊലിയല്ലാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശം ബഹുവ, ഈ തൊലിയല്ലാത്തതാകുന്നത്, ഹുന ഇവിടെ തൊടുന്ന മഖാമിൽ തൊലിയല്ലാത്തതാകുന്നത്. ഒന്ന് നോക്ക് അശ്ശഅറു, രോമങ്ങൾ അല്ലെങ്കിൽ മുടി രോമം അല്ലെങ്കിൽ എന്ത് രോമാവട്ടെ, വസിന്നു പല്ല്, വല്ലുഫ്രു നഖം, വബാത്തിനുൽ ഐനി കണ്ണിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇവിടെ തൊട്ടാൽ ഉളു മുറിയില്ല. ഞാനൊരു പെണ്ണിൻ്റെ കണ്ണിൻ്റെ ഉള്ളു പോയി തൊട്ടു, കൃഷ്ണമണിയിൽ തൊട്ടു, ഉളു മുറിയില്ല. ആ പെണ്ണിൻ്റെ നഖം തൊട്ടു, ഉളു മുറിയില്ല. പെണ്ണിൻ്റെ പല്ല് തൊട്ടു, ഉളു മുറിയില്ല. പെണ്ണിൻ്റെ രോമങ്ങളിൽ തൊട്ടു, ഉളു മുറിയില്ല. പെണ്ണ് വന്ന് തിരിച്ച് എന്നെ തൊട്ടാലും ഉളു മുറിയില്ല ഈ ഭാഗങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ. അതേപോലെ വലാബിലംസിമൻ, ഒരുത്തനെ തൊട്ടാലും ഉളു മുറിയില്ല. ലാ യുസ്തഹ ഉർഫൻ, സാധാരണ നിലക്ക് വികാരം തോന്നിക്കപ്പെടാത്ത, സാധാരണ നിലക്ക് വൈകാരികമായ ഉണർവ് ആ ഒരു പ്രായത്തിലേക്ക് എത്താത്ത ഒരുത്തനെ തൊട്ടാലും ഉളു മുറിയില്ല. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് 2 വയസ്സിൻ്റെ പെൺകുട്ടിയെ തൊട്ടു, എടുത്ത് പൊക്കി, എന്നാലും എൻ്റെ ഉളു മുറിയില്ല. ഒരു പെണ്ണ് വന്നിട്ട് 2-3 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പൊക്കി, എന്നാലും ഉളു മുറിയില്ല. അപ്പോൾ സാധാരണ നിലക്ക് വികാരം തോന്നിക്കപ്പെടാത്ത ഒരുത്തനെ തൊട്ടാലും ഉളു മുറിയില്ല. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത് നേരത്തെ? കെബീറൈനി എന്ന് പറഞ്ഞത്. കെബീറൈനി എന്ന് പറഞ്ഞില്ലേ? എന്താവണം? മുതിർന്ന എന്ന് പറഞ്ഞാൽ വൈകാരികമായ ഉണർവ് ഉണ്ടാവുന്ന ആ പ്രായത്തിലേക്ക് എത്തി 2 പേരുടെ തൊലികൾ തമ്മിൽ ചേരും. ചെറിയ കുഞ്ഞുങ്ങളെ തൊട്ടായിരുന്നു ഉളു മുറിയില്ല എന്നർത്ഥം. അവർക്ക് വൈകാരികമായ പക്വത വന്നിട്ടില്ലല്ലോ. അതാണ് ഉറുഫൻ ഗാലിബ, സാധാരണ നിലക്ക് ഒരു നാട്ടു നടപ്പനുസരിച്ചിട്ട്. അതാണ് ഉറുഫൻ ഗാലിബ എന്ന് പറഞ്ഞത്. ഉറുഫൻ സാധാരണ നമ്മുടെ നാട്ടിൽ ശരിയല്ലേ? ഓന് വലുതായി എന്ന് പറയുമല്ലോ. എന്താണ് വലുതായി എന്നൊക്കെ പറയാൻ പറ്റുന്ന, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ആ കുട്ടിക്ക് വൈകാരികമായ സ്പർശനങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രായമുണ്ടല്ലോ. നമ്മൾ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അത് നോർമൽ ടച്ചാണോ അല്ലെങ്കിൽ അത് എന്താണ് പിന്നെ ഇങ്ങനെ എന്താണ് അങ്ങനെ എന്താണ് ഒരു ബാഡ് ടച്ചാണോ ഗുഡ് ടച്ചാണോ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രായമുണ്ടല്ലോ. ആ പ്രായം അതാണ്. ആ പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? തൊട്ട് കഴിഞ്ഞാൽ ഉളു മുറിയും. ആ പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല, സ്പർശനം മാത്രം മനസ്സിലാക്കാൻ പറ്റും. സ്പർശനം ഗുഡാണോ ബാഡാണോ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായം ആയിട്ടില്ല എങ്കിൽ ഉളു മുറിയില്ല. ഇനിയോ ഇപ്പോഴത്തെ കാലം അതിക്രമിച്ചില്ലേ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഈ കുട്ടിയെ മാത്രമല്ല, വൃദ്ധന്മാരെ തൊട്ടാലും ഉളു മുറിയോ? ഞാനൊരു വൃദ്ധയായ സ്ത്രീയെ തൊട്ടു. വൃദ്ധ എന്ന് പറഞ്ഞാൽ 95 വയസ്സല്ലായി. പിന്നെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോയി, പിന്നെയോ ചർമ്മങ്ങളൊക്കെ ചുക്കിച്ചുളിഞ്ഞ് കണ്ണൊക്കെ ഒട്ടി, കണ്ടാൽ തന്നെ ഒരു വൈരൂപ്യമായ അവസ്ഥയിലേക്ക് ഒരു നിലക്കും വികാരം തോന്നാത്ത അത്രയും പ്രായാധിക്യം വന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളെ തൊട്ടാൽ ഉളു മുറിയോ? ഉളു മുറിയില്ല. കാരണം അവിടെ എന്തുണ്ട്? ഇവിടെ വികാരത്തിനേക്കാണ് മാനദണ്ഡം. വികാരം തോന്നപ്പെടുന്ന ആ പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിനേക്കാണ് അവിടെ പ്രാധാന്യം. ചുക്കിച്ചുളിഞ്ഞ് അങ്ങെത്തി കണ്ടാൽ തന്നെ നമുക്ക് എന്താണ് ഒരു നിലക്ക് വൈകാരികമായ ഉണർവില്ലാത്തൊരു സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ ഉളു മുറിയില്ല. നോർമൽ കാണാനും പറ്റും, പ്രശ്നമില്ല. അവിടെ എന്താണ്
അപ്പോൾ അവിടെ എന്താണ് ഇസ്ലാമിൻ്റെ മാനദണ്ഡം? വികാരമുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കാണ് മാനദണ്ഡം. മനസ്സിലായില്ല? അത് എല്ലാത്തിലും അങ്ങനെയാണ്. കാരണം ഫസാദ് ഫിത്ന ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള എല്ലാ വഴികളും ഇസ്ലാം കൊട്ടിയടക്കുകയാണ്. ഇനിയോ നോക്ക്, വലാ മെഹ്റമിൻ, മെഹ്റമിനെ തൊട്ടാലും വുദു മുറിയുകയില്ല. ബിനസബിൻ, ബിനസബിൻ എന്ന് പറഞ്ഞാൽ രക്തബന്ധം കൊണ്ടുള്ള മെഹ്റമിനെ തൊട്ടാലും വുദു മുറിയുകയില്ല. ഔ അല്ലെങ്കിൽ റദാഇൻ, മുലകുടി ബന്ധം കൊണ്ടുള്ള മെഹ്റമിനെ തൊട്ടാലും വുദു മുറിയുകയില്ല. ഔ അല്ലെങ്കിൽ മുസാഹിറത്തിൻ, വിവാഹബന്ധത്തിലൂടെയുള്ള മെഹ്റമിനെ തൊട്ടാലും വുദു മുറിയുകയില്ല. ഞങ്ങൾക്ക് എന്താണ് നമ്മളെ നസബിലൂടെയുള്ള മെഹ്റം ആരൊക്കെ? ഇപ്പോൾ റൌഫ് ഖാൻ നസബിലൂടെയുള്ള മെഹ്റം ആരൊക്കെയാവും? റൌഫ് ഖാൻ്റെ മകളുടെ മകള്, ശരിയില്ല, അങ്ങനെ പോവും. പിന്നെയോ മകൻ്റെ പെൺമക്കൾ, അങ്ങനെ പോവും. പിന്നെയോ ഉമ്മാൻ്റെ ഉമ്മ അങ്ങനെ പോവും. പിന്നെ ഉപ്പാൻ്റെ ഉമ്മ, അങ്ങനെ മുകളിലോട്ട് പോവും. പിന്നെയോ പെങ്ങന്മാർ, ഉമ്മയും ഉപ്പയും ഒത്ത പെങ്ങളാവട്ടെ, ഉമ്മയൊത്ത പെങ്ങളാവട്ടെ, ഉപ്പയൊത്ത പെങ്ങളാവട്ടെ, പെങ്ങന്മാർ. അതേമാതിരി ഉമ്മാൻ്റെ സഹോദരിമാർ, ഉപ്പയുടെ സഹോദരിമാർ. പിന്നെയോ പിന്നെ ആങ്ങള, പിന്നെ സഹോദരൻ്റെ പെൺകുട്ടി, ഇവരൊക്കെയാണ് എൻ്റെ രക്തബന്ധത്തിലുള്ള മെഹ്റം എന്ന് പറയുന്നത്. ഇനിയോ മുലകുടി ബന്ധത്തിലൂടെയുള്ള പിന്നെ മെഹ്റമിനെ തൊട്ടാലും വുദു മുറിയില്ല. മുലകുടി ബന്ധം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു രണ്ടാൾ പിന്നെ ഇപ്പം ഞാൻ എന്ത് പറയുന്നത്, പിന്നെ എൻ്റെ സുഹൃത്ത്, ഞാനും എൻ്റെ സുഹൃത്തും എൻ്റെ സുഹൃത്തിനെ പ്രസവിച്ച സമയത്ത് എന്നെയും പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ. അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ സാധാരണ അങ്ങനെ ഉണ്ടാവല്ലോ, മുലകുടി ബന്ധം അടുത്തടുത്തുണ്ടാവും. പിന്നെ ഒരു കുടുംബത്തിൽ 2 പെങ്ങന്മാർ, 2 സഹോദരിമാർ എന്ത് ചെയ്തു? ഒരേ സമയത്ത് പ്രസവിച്ച് എന്ത് ചെയ്തു? പ്രസവിച്ചപ്പോൾ പിന്നെ ഒരു പെണ്ണ് എന്ത് ചെയ്തു? ആണിനെ പ്രസവിച്ചു, മറ്റൊരു പെണ്ണിനെ പ്രസവിച്ചു. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുല കൊടുത്തിട്ടുണ്ടാവും. ഉമ്മാമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോൾ മുല കൊടുത്തു കഴിഞ്ഞാൽ, എനിക്കൊരു പെണ്ണുങ്ങളെ മുല കെട്ടിക്കഴിഞ്ഞാൽ, ഞാനൊരു പെണ്ണുങ്ങളെ മുല ഒടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് എല്ലാവരും മെഹ്റമാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഞാനൊരു പെണ്ണുങ്ങളെ മുല ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണുങ്ങളെ മകനിക്ക് ആരൊക്കെ മെഹ്റമാണോ അവരൊക്കെ എനിക്ക് മെഹ്റമായി. ഞാനൊരു പെണ്ണുങ്ങളെ മുല ഒടിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളെ മകനിക്ക് ആരൊക്കെ തൊടാൻ പറ്റുമോ? പിന്നെ പെങ്ങന്മാരൊക്കെ തൊടാൻ പറ്റുമല്ലോ, അല്ലേ? പെങ്ങന്മാരെ തൊടാൻ പറ്റും. അതേമാതിരി എനിക്കെന്താണ് മെഹ്റമാവും. ഇങ്ങോട്ടാവില്ല. എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ ബാക്കിയുള്ള മക്കൾക്ക് എൻ്റെ ഉമ്മ മെഹ്റമല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ മുലയാണോ കുടിച്ചത് അവരിലേക്ക് എൻ്റെ ബന്ധം അങ്ങോട്ടേക്ക് പോകും. അവരുടെ വേറെ മക്കൾക്ക് ഇങ്ങോട്ടേക്ക് ബന്ധം വരൂല എന്നർത്ഥം. ബന്ധം വരൂല. മനസ്സിലായ കോൺസെപ്റ്റ്? മനസ്സിലായാ? അവർക്ക് പിന്നെ ഈ ഉദാഹരണത്തിൽ ഉസ്താദിലേക്ക് ബന്ധം വരുമല്ലോ, എന്നിലേക്ക് വന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നിലേക്ക് ഞാൻ മുല കുടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പെങ്ങളിലേക്കോ എൻ്റെ ഉമ്മയിലേക്കോ ബന്ധം വരൂല അവരുടെ മക്കൾക്ക്. ഇങ്ങോട്ടേക്ക് കയറി വരൂല, അങ്ങോട്ടേക്ക്. ഇപ്പോ ഒരു ഉമ്മ മുലകൂടി ബന്ധമുള്ള ആൾക്ക് പിന്നെ മക്കള് എങ്ങനെയാണ് ഉണ്ടാകുക? മക്കൾ ഇപ്പം സെൽഫായിട്ട് മുലകൂടി ബന്ധത്തെ കുറിച്ചല്ല പറഞ്ഞേ. മനസ്സിലായില്ല? അതായത് ഇപ്പൊ ഉമ്മാക്ക് മുലകൂടി ബന്ധമുള്ള ഒരു കേസില് ഉമ്മാക്ക് സ്വാഭാവികമായിട്ടും അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാവല്ലോ. അതിപ്പം മക്കൾക്ക് ഇപ്പൊ ഉമ്മാന്റെ സഹോദരിമാര് മെഹ്റമായതുപോലെ ഉമ്മാക്ക് മുലകൂടി ബന്ധത്തിലൂടെയുള്ള സഹോദരിമാരുണ്ടാവല്ലോ. അവര് ഈ ഉമ്മാന്റെ മക്കൾക്കും ഇളയമാന്നവര് അതേ പൊട്ടിയില്ല. അതായത് ഇപ്പൊ ഒരു സ്ത്രീ ഇതേപോലെ മുലകൂടി ബന്ധം ഉണ്ടായി, വേറൊരു കുടുംബത്തിലുള്ള സ്ത്രീയിൽ നിന്ന് മുലകൂടി ബന്ധം ഉണ്ടായി. അപ്പൊ ആ മുലകൂടി ബന്ധം ഉണ്ടായ ആ പെൺകുട്ടി മുതിർന്നിട്ട് വളർന്ന് ആ പെൺകുട്ടിക്ക് മക്കൾ ഉണ്ടായാല് ആ പെൺകുട്ടിയുടെ മക്കളുണ്ടല്ലോ, അവർക്ക് ഈ മുലകൂടി ബന്ധത്തിലുള്ള ഉമ്മാന്റെ പെൺമക്കള് ഇളയമാന്ന് അല്ലെങ്കിൽ ആൺമക്കള് അമ്മാവൻ എന്നുള്ള ഒരു ബന്ധം വരുമോ? വരൂല. ആ പെണ്ണിന് മാത്രം. അതായത് അടുത്ത ജനറേഷനിലേക്ക് ആ ബന്ധം നീളുന്നില്ല. അടുത്ത ജനറേഷനിലേക്കും പോകില്ല, സഹോദരിമാരിലേക്കും ഒന്നും പോകില്ല. ആ വ്യക്തിക്ക് മാത്രം പ്രത്യേകമാണത്. ആ വ്യക്തി മുല കുടിച്ചത് കൊണ്ട് ആ വ്യക്തിക്കുണ്ടായ ഒരു ബന്ധമാണ്, ഒരു റിലേഷനാണ്. അതൊക്കെ രക്തബന്ധങ്ങൾ അങ്ങനെ പോകും. ബാക്കിയുള്ള ഒരു ബന്ധവും അങ്ങനെ കൈമാറപ്പെടുകയില്ല. ശരിയില്ല?
അപ്പോൾ നിങ്ങൾ പറഞ്ഞ മനസ്സിലായി, ആ പെൺകുട്ടി വളർന്ന് വലുതായി ആ പെൺകുട്ടിക്ക് മക്കളുണ്ടായി കഴിഞ്ഞാലോ ആ മക്കൾക്കും ആ ബന്ധം പോകുന്നല്ലേ? ഉണ്ടാവില്ല. ആ പെണ്ണ് ആരാണോ മുല കുടിച്ചത്, മുല കുടിച്ച വ്യക്തിയിലേക്ക് മാത്രമാണ് ബന്ധം നീളുന്നത്, മറ്റാരിലേക്ക് ആ ബന്ധം വരില്ല. പിന്നെ വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തിലൂടെ മെഹറമാകുന്നത് എങ്ങനെ? ഇപ്പോൾ റൌഫ് ഖാൻ്റെ ഭാര്യൻ്റെ ഉമ്മ, റൌഫ് ഖാൻ്റെ ഭാര്യൻ്റെ ഉമ്മാനെ തൊട്ടാൽ ഉളു മുറിയോ? റൌഫ് ഖാന് ഉളു മുറിയില്ല. കാരണം ആ വിവാഹബന്ധം ഖബിൽതു നിക്കാഹ എന്ന് പറയലോടുകൂടി ആ പെണ്ണുങ്ങൾ എനിക്ക് മെഹറമായി, കാണാൻ പറ്റും. വിവാഹബന്ധം ഹറാമാണ്, തൊട്ടാ ഉളു മുറിയയില്ല. ഞാൻ മനസ്സിലായില്ലേ? എൻ്റെ ഭാര്യയെ ഞാൻ നിക്കാഹ് ചെയ്ത് ഖബിൽതു നിക്കാഹ എന്ന് പറയലോടുകൂടി ഭാര്യൻ്റെ ഉമ്മ എനിക്ക് ആരായി? മെഹറമായി. എന്ന് പറഞ്ഞാൽ ഭാര്യൻ്റെ ഉമ്മ എനിക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമായ പെണ്ണായി, തൊട്ടാ ഉളു മുറിയാത്ത പെണ്ണായി. അങ്ങനെ അതാ പറഞ്ഞത്. അതേപോലെ വല, ഇനി നോക്ക്, അപ്പോൾ ആ മെഹറമിനെ തൊട്ടാലും ഉളു മുറിയില്ല. അതേപോലെ വലാ ബി തലാഖി റജുലൈനി, രണ്ട് പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേർന്നാലും ഉളു മുറിയില്ല. വൽ മർഅത്തൈനി, രണ്ട് സ്ത്രീകളുടെ തൊലികൾ തമ്മിൽ ചേർന്നാലും ഉളു മുറിയുകയില്ല. വലാ ബി ലംസിൽ ഉളുവിൽ മുബാൻ, വലാ ബി ലംസി, തൊടൽ കൊണ്ട് ഉളു മുറിയുകയില്ല. അൽ ഉളുവിൽ മുബാൻ, മുറിഞ്ഞു പോയ അവയവം. മുറിഞ്ഞു പോയ ഫർജ് തൊട്ടാ ഉളു മുറിയും. പക്ഷേ മുറിഞ്ഞു പോയ അവയവം, ഒരു പെണ്ണിൻ്റെ കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്, അതിന് പോയിട്ട് തൊട്ടാൽ ഉളു മുറിയില്ല. ചേർന്നിരിക്കുന്ന അവയവത്തിൽ തൊട്ടാലാണ് എന്താകുന്നത്? ഉളു മുറിയുന്നത്. ഇനിയോ വല വിസ്തബഹത്ത് മെഹറമുത്തു, ഇനി നോക്ക്, വല വിസ്തബഹത്ത്, ഇനി ആശയക്കുഴപ്പമായാൽ മെഹറമുഹു, അവൻ്റെ മെഹറം തിരിയാണ്ടായി. വല വിസ്തബഹത്ത്, തിരിയാണ്ടായി. മെഹറമുഹു, അവൻ്റെ മെഹറം തിരിയാണ്ടായി. ബി അജ്നബിയാത്തിന്, ഒരുപാട് അന്യ സ്ത്രീകളോടൊപ്പം എൻ്റെ മെഹറം കൂടെയുണ്ട്. ആരാണോ എൻ്റെ മെഹറം എന്ന് തിരിച്ചറിയുന്നില്ല, ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എന്നിട്ടോ ഫലമസവാഹിദത്തിന്, അതിൽപ്പെട്ട ഒരു പെണ്ണിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ, മിൻഹുന്ന, ഫലമസവാഹിദത്തിന്, ഒരു പെണ്ണിനെ സ്പർശിച്ചു, മിൻഹുന്ന, കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ലമൻ തട്ടൽ, ഉളു മുറിയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചടങ്ങിന് പോയി, അവിടെ 50 പെണ്ണുങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു പെണ്ണ് എന്താണോ എൻ്റെ പെങ്ങളാണ്. ഓൻ്റെ പെങ്ങൾ ഏതും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഓന് പോയിട്ട് ഏതോ ഒരു പെണ്ണിനെ തൊട്ടു എങ്കിൽ ഉളു മുറിയില്ല. അത് ആരാവണം? ആ തൊട്ട പെണ്ണ് ആരാണെന്ന് ഇസ്ലാം ദീന് വെക്കുന്നു? ആ തൊട്ട പെണ്ണ് നിൻ്റെ പെങ്ങളാവാം, അതുകൊണ്ട് തന്നെ ഉളു മുറിയില്ല. ഒന്നിൽ കൂടുതൽ തൊട്ടാലോ ഉളു മുറിയും. ഇനി നിൻ്റെ 2 മെഹറമുണ്ട്, 50 ആൾക്കാരുണ്ട്, നിൻ്റെ 2 മെഹറമുണ്ട്, 2 ആൾക്കാർ തൊട്ടാൽ ഉളു മുറിയില്ല, മൂന്നാമത്തെ ആളെ തൊട്ടാൽ ഉളു മുറിയും. ഇസ്ലാം അത്രയും അളവ് നൽകിയിട്ടുണ്ട്, മനസ്സിലായില്ല? കാരണം ആ തൊടപ്പെട്ട ഒരാൾ നിൻ്റെ പെങ്ങളാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഓക്കെ, നിൻ്റെ ഉളു മുറിയുന്നില്ല എന്ന് വെച്ചു. മനസ്സിലായോ? സല്ലല്ലാഹു വസല്ലം വബാറക അലാ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറേ സമയമായി, കുറേ ചർച്ചകൾ നടന്നു, 1.25 മണിക്കൂറായി. ഓക്കെ, ഓതി ഓക്കെ. ബോധക്ഷയം, ബോധം കെട്ടുപോവുക, ബോധക്ഷയം സംഭവിക്കുക. ഉണരുന്നതുവരെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ചന്തി ശരിപ്പെടുത്തി ഉറങ്ങിയവൻ്റെ ഉറക്കൊഴിക്കുക. ചന്തി ഇങ്ങനെ മുട്ടിച്ചിട്ട് സർഫേസിലേക്ക് മുട്ടിച്ചുറങ്ങിയത്, വിടവില്ലാത്ത രൂപത്തിൽ.
സ്ക്രീനൊന്ന് ചെറുങ്ങനെ ഇങ്ങോട്ടാക്കുക. ഈ കിതാബ് ഉണ്ടല്ലോ, കിതാബിന്റെ PDF റോഫ്ഖാനടുത്തില്ലേ, ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഒന്ന് മറച്ചു വയ്ക്കാൻ മതി ഫ്രീ ഉള്ള സമയത്ത്. ഓക്കെ അല്ലേ? സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് ആലിഹി വസഹ്ബിഹി അജ്മഈൻ.